അച്ഛൻ അമ്മ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഹസ്ബൻഡ് വളരെ ലീനിയൻ്റ് ആണ്, കുറച്ചുകൂടെ ഒരു അച്ഛനും അമ്മയൊക്കെ പഴയ ആൾക്കാരല്ലേ, അവർക്ക് കുറച്ചുകൂടെ അന്നത്തെ കാലത്തെ ഒരു രീതിയാണ്, ഒറ്റയ്ക്കൊന്നും വിടുന്നത് പേടിയാണ്. ചിലർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നത് അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കുമ്പോൾ നല്ല സ്വാതന്ത്ര്യമുള്ളവർ ചിലപ്പം തിരിച്ചു പോകുന്ന സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ചെട്ടളകര ക്ഷേത്രവും അവിടുത്തെ ഉത്സവവും അറിയാലോ, ഭരണിയും. അപ്പൊ അവിടെയും വ്യത്യസ്തമായ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഭക്ഷണം വീടുകളിൽ അമ്മമാരുണ്ടാക്കും, എന്തായാലും ഇപ്പം അച്ഛന്മാരും ഉണ്ടാക്കുന്നുണ്ട്. കൊറോണ സമയത്തിന് 1 വർഷം മുന്നെയാണ് ഞാൻ തുടങ്ങിയത്. ദാറ്റ് ഈസ് 2019 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് കൊറോണ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഒരുപാട് വ്ളോഗേഴ്സ് വന്നത്. 1-2 ദിവസത്തിൽ തീരുന്നൊരു സമരം മാസങ്ങൾ, 1 മാസത്തോളം നീണ്ടുപോയത് എൻ്റെ പിടിപ്പുകേട് കൂടിയാണത്. അത് എനിക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് അത് പോയതാണ്. ഹായ്, വെൽക്കം ടു അനദർ പോഡ്കാസ്റ്റ് ഫ്രം ഇൻഫ്ലെക്സ് സ്റ്റുഡിയോസ്. ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റായി ജോയിൻ ചെയ്യുന്ന ആൾക്ക് പ്രത്യേകിച്ച് യാതൊരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അടുത്തായിട്ട് വന്ന ടേംസ് ആണ് ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്നൊക്കെ പറയുന്നത്. അതിനു മുന്നേ സ്വന്തം പേരൊരു ബ്രാൻഡാക്കി മാറ്റിയ ഒരാളാണ് നമ്മളോടൊപ്പം ഇന്ന് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. സോ ലക്ഷ്മി നായർ മാം, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. ഹായ് മാം. മാം, ഹൗ യു? എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു, വളരെ സുഖമായിരിക്കുന്നു. ഇപ്പൊ ദുബായിലൊക്കെ പോയിട്ട് വന്നല്ലേ, എന്തൊക്കെയുണ്ട് ദുബായ് വിശേഷങ്ങളൊക്കെ? ദുബായ് ഇപ്പോൾ ഒരു സെക്കൻഡ് ഹോം പോലെ ആയി കഴിഞ്ഞു. കാര്യം മകനിപ്പോൾ അവിടെയാണല്ലോ. അപ്പോൾ അത് കാരണം നാട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്ന ഒരു സ്ഥലമായി. അതാ ഞാൻ ഒരു സെക്കൻഡ് ഹോമാണ് ഇപ്പോൾ. ജോബാണോ? മോൻ അവിടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ദുബായിൽ വർക്ക് ചെയ്യണം. MIT യൂണിവേഴ്സിറ്റിയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ പുതിയ യൂണിവേഴ്സിറ്റിയിലേക്ക് ജോയിൻ ചെയ്തു. ഇപ്പം മാമിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ അറിയുന്നത്, മാമിന് വേറൊരു സൈഡ് ഉണ്ട്, ബട്ട് എന്നാലും ഞങ്ങൾക്ക് കൂടുതൽ അറിയുന്നത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടാണ്. സോ ഹൗ ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് കുക്കിംഗ്? എൻ്റെ കുക്കിങ്ങും ഞാനുമായിട്ടുള്ള ബന്ധം പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനിപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് തന്നെ കുക്കിംഗ് ആയിട്ടാണ് അല്ലേ. ലക്ഷ്മി ചേച്ചി അല്ലെങ്കിൽ ലക്ഷ്മി ആൻറ്റി എന്താണെങ്കിലും ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് കുക്കിംഗ് എൻ്റെ ഒരു എന്താ പറയുക, അതിപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരും കുക്ക് ചെയ്യുന്നവരാണല്ലോ. പാചകം എന്നുള്ളത് എല്ലാവരുടെ കയ്യിലും ഉള്ളൊരു കലയാണ്. നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഭക്ഷണം വീടുകളിൽ അമ്മമാരുണ്ടാക്കും, എന്തായാലും ഇപ്പം അച്ഛന്മാരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആണും പെണ്ണും ഒക്കെ കുക്ക് ചെയ്യുന്ന കാലത്തിലൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു കുക്കിങ്ങിനെ ഒരു പ്രൊഫഷനാക്കി എടുത്തു, അതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്നു, അതിലിപ്പോഴും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അതിലറിയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അത്രയ്ക്ക് കണക്റ്റഡാണ് ഞാൻ കുക്കിങ്ങുമായിട്ട്. കാര്യം ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, ഒരു ജോലിയായിട്ടല്ല ഞാൻ കാണുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് ഡാൻസ് ഇഷ്ടമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ പാട്ട്, അത് പറഞ്ഞ പോലെ മാഡത്തിന് ഡാൻസും പാട്ടും ഇഷ്ടമാണോ? അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് രണ്ടും നടക്കാത്ത പക്ഷെ നടക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ കുക്കിംഗ്. അത് പറ്റുന്നൊരു കാര്യമാണ്. യെസ്. മാമിന്റെ ചൈൽഡ്ഹുഡ് ഒക്കെ എങ്ങനെയായിരുന്നു? ചൈൽഡ്ഹുഡൊക്കെ അത്ര വലിയ ഇവൻറ്റ്ഫുൾ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. നോർമൽ എല്ലാവർക്കും ഉള്ളതുപോലെ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സിറ്റിയിൽ തന്നെയായിരുന്നു, സിറ്റി ലൈഫാണ്. പക്ഷേ കുറച്ച് എക്സ്പോഷർ എനിക്ക് വില്ലേജ് ലൈഫിലും കിട്ടുന്നുണ്ടായിരുന്നു. വെക്കേഷൻസിനൊക്കെ അച്ഛൻ്റെ നാട് ഇവിടെ നിന്ന് ഒരു 14-15 കിലോമീറ്റേഴ്സ് അപ്പുറം. ഇപ്പം അത് കുറച്ച് സിറ്റി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, കോലിയക്കോട് എന്ന് പറയും. ദാറ്റ് ഈസ് നിയർ പോത്തങ്കോടിന് അടുത്തുള്ള സ്ഥലമാണ്. ഇപ്പോൾ ശാന്തിഗിരി ആശ്രമമൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് ആ പ്രദേശമാണ് കോലിയക്കോട്. അതൊരു ടിപ്പിക്കൽ റൂറൽ വില്ലേജ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ അവിടെയായിരുന്നു, അച്ഛൻ്റെ ഫാമിലി ഹൗസ്. എല്ലാ വെക്കേഷനും ഓണത്തിനും അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് ലോങ് വെക്കേഷൻസ് കിട്ടുമ്പോൾ അവിടെ പോകും. എസ്പെഷ്യലി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് ഓണം വെക്കേഷന് പോകുന്നതാണ്. അവിടെ പോകുമ്പോൾ അങ്ങനത്തെ ആ തറവാട് വീടും അവിടുത്തെ എൻ്റെ വ്ളോഗ്സിലൊക്കെ ഞാൻ പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ആ തറവാട് വീടൊക്കെ. അപ്പോൾ കുറേ ലാൻഡ് ഉണ്ട് അതിൻ്റെ ചുറ്റും, വയലായിട്ടും അല്ലാതെ പ്രോപ്പർട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഓടി നടന്നതും, പാറയുള്ള പ്രദേശങ്ങളുണ്ട്, പാറയിൽ കയറുക. എൻ്റെ കസിൻസൊക്കെ അപ്പോൾ ആ സമയമാകുമ്പോൾ എല്ലാവരും വരുമല്ലോ വെക്കേഷൻ. പിന്നെ അവിടെ തന്നെ അച്ഛൻ്റെ സിസ്റ്ററൊക്കെ അവിടെ തന്നെ താമസിക്കുന്നു. അപ്പോൾ അവരുടെ മക്കൾ അങ്ങനെ എല്ലാവരുമായിട്ടുള്ളൊരു നല്ലൊരു ബാല്യകാലം അങ്ങനെ മനസ്സിലെപ്പോഴും ഉണ്ട്. ചെറിയ എന്താ പറയുക, തോടും കുളവും നമ്മൾ പറയില്ലേ, അതൊക്കെ നമ്മൾ സിറ്റിയിലുള്ള ആൾക്കാർക്ക് അങ്ങനെ കിട്ടുന്നത് അപൂർവമല്ലേ. ഇപ്പം കുറവാണ്. അതെ. പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ ആ നാട്ടിൽ തോടും ഉണ്ട്, കുളമൊക്കെ ഉണ്ട്. അതൊന്നും പോയിട്ടില്ല കേട്ടോ സോഫാർ. അപ്പോൾ ആ ഒരു സന്തോഷം. അപ്പോൾ അവിടുത്തെ ഭക്ഷണം, അവിടെ അന്ന് ഒരുപാട് ജോലി ചെയ്യാനൊക്കെ അന്നത്തെ കാലമല്ലേ, ഒരുപാട് ആൾക്കാരുണ്ടാവും. കുറേ ആൾക്കാർക്ക് വെച്ച് വിളമ്പുന്ന വീടാണ്. അപ്പോൾ അത് കാരണം നമുക്ക് അതെല്ലാം കഴിക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു നാട്ടിൻ പുറത്തിൻ്റെ ആ ഒരു
നൈർമല്യം എന്ന് നമ്മൾ പറയും. അതും പിന്നെ ആ ഫുഡിന് ആ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡ്, ഒട്ടും പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും അല്ല. അത് നല്ല നാടൻ ഭക്ഷണം, നല്ല ഓർഗാനിക് ആയിട്ട് തന്നെ, മരുന്നടിക്കാത്ത പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉറിയിലൊക്കെ തൂക്കിയിട്ട് വയ്ക്കുന്ന ഭക്ഷണം, സൂക്ഷിക്കുന്ന കലത്തിലും കുടത്തിലും, അങ്ങനത്തെ ഒരു സാധനമല്ലേ. അതൊക്കെ ഭയങ്കര, അതൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ആ ടേസ്റ്റ് ബഡ്സിനെയൊക്കെ രൂപീകരിച്ചതിന് ഒരു നല്ല പങ്ക്, ടേസ്റ്റ് വരുന്നത് ഞാൻ ഉണ്ടാക്കുന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ അതിലൊക്കെ ഒരുപാട് പങ്കുണ്ട്. അത് വൺ സൈഡ്. ഇപ്പുറത്തെ സൈഡ് നോക്കി എൻ്റെ മദേഴ്സ് സൈഡ് മാവേലിക്കരയാണ്. അപ്പം ഭയങ്കര കോൺട്രാസ്റ്റാണ്. ഒന്ന് ഈ ട്രിവാൻഡ്രം തെക്കോട്ട് വരുന്ന ഭാഗവും മറ്റു വടക്കോട്ടുമാണ്, പത്തനംതിട്ട ജില്ലയാണ്. അപ്പം മാവേലിക്കര, ഓണാട്ടുകര, അതും പാചകത്തിൻ്റെ കാര്യത്തിൽ അവരെല്ലാം വളരെ പ്രഗത്ഭരാണ്. മനസ്സിലായല്ലോ, ചെട്ടളകര ക്ഷേത്രവും അവിടുത്തെ ഉത്സവവും അറിയാലോ, ഭരണിയും. അപ്പൊ അവിടെയും വ്യത്യസ്തമായ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. നല്ല നല്ല ഭക്ഷണവും മുതിര വെച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാം, നല്ല പലഹാരം. അപ്പൊ എൻ്റെ ഗ്രാൻഡ് മദർ, അമ്മയുടെ അമ്മയും അതുപോലെ നല്ല പാചകക്കാരിയാണ്. പക്ഷെ വീട്ടിൽ തന്നെ എല്ലാ പല പലഹാരങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെ. അപ്പൊ അതും എനിക്ക് കിട്ടാറുണ്ട്. അത് ഞങ്ങൾ വിഷു സമയത്തൊക്കെ ചിലപ്പോൾ അവിടെ പോയി നിൽക്കും. ക്രിസ്മസ് ഹോളിഡേയ്സ് എൻ്റെ അമ്മയുടെ അമ്മാവനുണ്ടായിരുന്നു അവിടെ, അമ്മാവൻ്റെ ഫാമിലി. ഇപ്പം ഗ്രാൻഡ് മദറും അമ്മ അവരാരുമില്ല, പക്ഷെ എൻ്റെ കസിൻസ് ഒക്കെ ഉണ്ട് അവിടെ. എങ്കിലും അതുമൊക്കെ നല്ലതാണ്. അവിടെയും ഒരു കാവും കുളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുളത്തിൽ മീൻ പിടിക്കാനൊക്കെ ഇങ്ങനെ തെറ്റാലെന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ട് മീൻ പിടുത്തവും വരാലിനെയൊക്കെ പിടിക്കലും അത് വെച്ചിട്ടുള്ള ഉണ്ടാക്കി തരും. കുറേ പലഹാരങ്ങൾ ഗ്രാൻഡ് മദർ നാട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് നിൽക്കും, ട്രിവാൻഡ്രത്ത് നിൽക്കാറുണ്ട്. അപ്പോൾ കുറേ പലഹാരങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു രണ്ട് എക്സ്ട്രീം ടേസ്റ്റുകളുടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ മാവേലിക്കര എന്ന് പറയുമ്പോഴേ എഗെയിൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട് അവിടെയാണ്, പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരാണ്. അപ്പൊ എലന്തൂര് കുറെ ബന്ധുക്കളുണ്ട്. അപ്പൊ എല്ലായിടത്തെയും ഭക്ഷണ സംസ്കാരത്തിന്റെ ഒരു എക്സ്പോഷർ എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതെല്ലാം ഇഷ്ടമാണ്. അപ്പൊ എല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഞാനെന്ന് പറയാം. അപ്പൊ പല വിഭവങ്ങളിലും പല ടൈപ്പ് ഓഫ് ആ ഒരു ടേസ്റ്റ് ബഡ്സിനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. ഈ കുട്ടിക്കാലത്ത് കഴിച്ചതിനകത്ത് ഏറ്റവും ഇപ്പോഴും വായില് ഓർമ്മയുള്ളൊരു, എനിക്ക് നാടൻ, ഇപ്പൊ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ നാട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന ഈ കിച്ചടി പച്ചടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. എന്നുണ്ടാക്കിയത് 2 ദിവസത്തേക്ക് പോലും കേടാകാണ്ടിരിക്കും. ഒരു കൊച്ചുള്ളിയൊക്കെ വറവലിടുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എക്സലൻ്റ് ആയിരുന്നു. അങ്ങനത്തെ കുറേ പലഹാരങ്ങളും അതൊക്കെ അമ്മയുടെ സൈഡ് പോലെ ഓർമ്മയില്ലെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ അമ്മയുടെ അവിടെ പോകുമ്പോൾ കുറേ പലഹാരങ്ങളാണ് എൻ്റെ മനസ്സിൽ, കളിയോടൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരില്ലേ, അത്തരം കാര്യങ്ങൾ എല്ലാം ഇഷ്ടമാണ്. എനിക്ക് നാടനാണ് കൂടുതൽ ഇഷ്ടം. ഇതാണ് എൻ്റെ ഒരു അടിസ്ഥാനം. മാം ചെറുതിലെ തൊട്ടേ കുക്ക് ചെയ്യുന്ന ഒരാളായിരുന്നോ? ഒന്ന് പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അതിശോക്തിയായിട്ട് ചിലർക്കെങ്കിലും തോന്നാം. കാര്യം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ എൻ്റെ മദർ വർക്കിംഗ് ആയിരുന്നു, വേജീസ് ഓഫീസിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറലായിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ അമ്മ വാസ് വെരി ബിസി, ഒരു കരിയർ ഓറിയൻറ്റഡ് മദറായിരുന്നു. നല്ല, പക്ഷേ ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കും. അങ്ങനെയല്ല പറഞ്ഞാൽ 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ രാവിലെ പോകണം. അപ്പോൾ എന്തായാലും വീട്ടിൽ ഡൊമസ്റ്റിക് ഹെൽപ്പ് ഇല്ലാണ്ട് പറ്റില്ല. ഞങ്ങളൊക്കെ കുഞ്ഞാണ്, അച്ഛനുണ്ട്, എല്ലാവർക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം, ഞങ്ങളെ സ്കൂളിൽ വിടണം, വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആൾ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നാട്ടിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥലമാണ് കോലിക്കോട് നിന്നാണ് എപ്പോഴും ആൾക്കാർ വരുന്നത് ഈ കിച്ചൺ സഹായത്തിനൊക്കെ. അപ്പോൾ ഒരു ലിവ് ഇൻ ഡൊമസ്റ്റിക് ഹെൽപ്പ് എപ്പോഴും വീട്ടിലുണ്ടാവും. അപ്പോൾ അതേ ടേസ്റ്റാണ് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്. കപ്പയൊക്കെ അയ്യോ എനിക്ക് പറയാമല്ലോ, നമ്മുടെ മച്ചീനി എന്ന് പറയില്ലേ കപ്പ, അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള ഭക്ഷണം. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ്റെ ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടം എന്ന് തോന്നുന്നു. ഭക്ഷണം അച്ഛന് ചമ്മന്തി, അധികം അരയാത്ത തേങ്ങ ചമ്മന്തി ഇല്ലേ, കട്ട ചമ്മന്തി, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉണക്കമീൻ അച്ഛന് ഇഷ്ടമായിരുന്നു. അത് പരവ കരുവാടെന്ന് പറഞ്ഞ് പരവ ഉണക്കിയതാണ് അച്ഛന് ഏറ്റവും ഇഷ്ടം. അതാണ് എനിക്കും ഇഷ്ടം. ഞാനിപ്പോൾ ഇങ്ങനെ പുറകോട്ട് ആലോചിക്കുമ്പോൾ ആ ഇഷ്ടങ്ങളാണ് എനിക്കും വന്നിരിക്കുന്നത്. അച്ഛന് കപ്പ വേവിച്ചത് ഇങ്ങനെ ഉടച്ചുണ്ടാക്കുന്നതിനെക്കാട്ടിലും അധികം വേകാത്ത കപ്പ ഇങ്ങനെ തോരൻ പോലെ ഇരിക്കും. അത് ഇത് തന്നെയാണ് കപ്പ ഉണ്ടാക്കുന്നത്. പക്ഷെ അച്ഛൻ അങ്ങനെയാണ് ഇഷ്ടം, അദ്ദേഹം കുഴയരുത്. അത് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അവരുണ്ടാക്കണത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നമ്മൾ സ്കൂളിൽ നിന്ന് നേരത്തെ വരും. അപ്പോൾ അമ്മ വരുന്നതിന് മുമ്പേ എത്തുമല്ലോ. പിന്നെ അവധി ദിവസമൊക്കെ വീട്ടിലുണ്ടാവും, സാറ്റർഡേയ്സ്, പിന്നെ സ്കൂൾ അവധിയൊക്കെ ഉള്ളു. ഞാൻ ഈ കിച്ചൺ പരിസരത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങും. ഇവരൊക്കെ ഉണ്ടാക്കുന്ന കാണുന്നു, നോക്കുന്നു, എനിക്കിഷ്ടമാണ്. അപ്പോൾ എല്ലാ സംശയങ്ങളും അവരോട് ചോദിക്കും. അങ്ങനത്തെ കുറേ ഒരു ഇഷ്ടങ്ങളുണ്ട്. അതുപോലെ ഈ അന്നൊക്കെ വീട്ടിൽ മീനൊക്കെ കൊണ്ടുവരുന്ന ലേഡീസ് വരും, മീൻകാരെന്ന് അവർ പറയാം, ഇതിലൊക്കെ അപ്പോൾ അവരുടെ നിന്നൊക്കെ ഇവർ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര ബാർഗെയിനിങ് ആണല്ലോ മീൻ വാങ്ങിക്കുന്നത്. പിന്നെ ഇവർ മീൻ ക്ലീൻ ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ആരും പഠിപ്പിച്ചു തരാണ്ട് തന്നെ ഞാനത് എങ്ങനെയൊക്കെയോ ഞാനത് കണ്ടു പഠിച്ചതായിരിക്കണം. ഇതൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു മാർക്കറ്റിൽ പോയാലും എന്നോട് ഒരുപാട് ചെയ്യും. ഞാൻ എപ്പോഴും മീനൊക്കെ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന വീഡിയോസൊക്കെ ഇടാറുണ്ട്. ലോക്കൽ, അത് ലോക്കൽ മാർക്കറ്റ് എന്ന്
ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും എന്താ ഈ ലോക്കൽ ഒരു കുറവ് പോലെയാണ് പറയുന്നത്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ലോക്കൽ മീൻസ് ഇറ്റ്സ് നോട്ട് അത് മോശം എന്നല്ല അതിൻ്റെ അർത്ഥം. ആ പ്രാദേശികമായതെന്നാണ് ഉദ്ദേശിക്കുന്നത്, ആ പ്രദേശത്തെ മാർക്കറ്റ് അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ ഇപ്പോഴും ഞാൻ അറിയാണ്ട് ലോക്കൽ മാർക്കറ്റ് അത് പ്രാദേശിക മാർക്കറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ പോകുമ്പോൾ അവിടുത്തെ മാർക്കറ്റിൽ പോയി എനിക്ക് ഇഷ്ടമാണ് അവിടെ പോയി മീൻ നാടൻ പച്ചക്കറിയൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ വ്ളോഗ്സ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും ലക്ഷ്മിജിക്ക് അത് ഒട്ടും ബുദ്ധിമുട്ടില്ലല്ലോ, വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? ഇതൊന്നും നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്യുന്നതല്ല. ബിക്കോസ് ഐ എം യൂസ്ഡ് ടു ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്കൊരു ഔട്ട് ഓഫ് പ്ലേസേ അല്ല. ഒരു മാർക്കറ്റിൽ പോയാലും എനിക്ക് ഐ എം വെരി കംഫർട്ടബിൾ ദർ. അതാണ് എൻ്റെ ഒരു ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെ എനിക്ക് കുഞ്ഞിലെ എല്ലാ ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ കിട്ടിയതുകൊണ്ട്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന ചേച്ചിമാരും അവരുടെ ആൾക്കാരൊക്കെ എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ, ഇൻഡയറക്ട്ലി പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. പക്ഷെ ഞാനിത് കണ്ടുപിടി. ചക്ക ഉടച്ചാണ്, ചക്ക എരിശ്ശേരി, ചക്ക അപ്പം എല്ലാം കൊല്ലിക്കൂടുന്ന് കൊണ്ടുവരും. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കപ്പയും മച്ചീനി പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ മാങ്ങ, പച്ചമ സീസണലായിട്ട് അവിടെ നിന്നൊക്കെ കൊണ്ടുവരാറുണ്ട്. ചക്ക, വരിക്കച്ചക്ക, പിന്നെ ചക്ക എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് കൂടിയാണ്. അപ്പം ഇതെല്ലാം എനിക്ക് ഇഷ്ടമാണെന്ന് മാത്രമല്ല എൻ്റെ ഒരു വീട്ടിലൊരു നിത്യ സംഭവമായിരുന്നു. ഒന്നും ഞങ്ങൾക്കൊരു പുതുമയുള്ള കാര്യമല്ല. വീട്ടിൽ മസ്റ്റായിട്ട് എല്ലാ ദിവസവും മീനുണ്ടാവുമായിരുന്നു. അതുപോലെ ഒരു മീൻ കറി, മീൻ ഫ്രൈ ഒക്കെ കാണും. ഇങ്ങനത്തെ നാടൻ ആഹാരം ഒരു ഇതുമില്ല. വാഴപ്പിണ്ടി, വാഴക്കും എല്ലാത്തരം പച്ചക്കറികളും നാടൻ വിഭവങ്ങളും വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കറങ്ങി നടക്കുന്നത് കൊണ്ട് ഒരു 8ാം ക്ലാസ് ആയപ്പോൾ തൊട്ട് എനിക്കത് കുറച്ചൊക്കെ ചെയ്ത് തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് ആണ്. പിന്നെ ഒരു 10th ആയി. അപ്പോൾ 10th ഒക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇങ്ങനെ ഞാൻ കുഞ്ഞു പരിപാടികളൊക്കെ ആയിട്ട് അവിടെയൊക്കെ നടന്നു. പിന്നെ ഞാനൊരു 2 years ഓഫ് ഹോസ്റ്റൽ വാസം ഉണ്ടായിരുന്നു. +1 +2 അന്ന് പ്രീ ഡിഗ്രിയാണ്. എറണാകുളം സെൻറ്റ് റിസാസിൽ പോയി ഹോസ്റ്റലിലായിരുന്നു. 2 years എനിക്ക് ഭയങ്കര ഒരു മാറ്റമാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് പെട്ടെന്ന് കൊച്ചിയിലേക്ക് എറണാകുളം പോകുന്നു, അവിടെ താമസിക്കുന്നു. കുറേ അത് വേറൊരു വലിയൊരു അനുഗ്രഹമായി. കാര്യം അവിടെ പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള പെൺകുട്ടികളുണ്ടാവും, ഫ്രണ്ട്സായിട്ട് കിട്ടും. അപ്പോൾ പാലക്കാരുണ്ട്, കോഴിക്കോട് നിന്നുള്ള ആൾക്കാരുണ്ട്, തൃശ്ശൂരിൽ നിന്നുണ്ട്, പിന്നെ വൈക്കം സൈഡിൽ നിന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഭക്ഷണ രീതികളും നമ്മൾ അറിയുമല്ലോ. അവർ കൊണ്ടുവരുന്ന പലഹാരങ്ങൾ നമ്മളെല്ലാം ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോഴും അവധി കഴിഞ്ഞ് വരുമ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും. അപ്പോൾ എനിക്കും എന്തെങ്കിലും കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ വീട്ടിൽ ഇങ്ങനെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാരവിടെ ഇല്ല. അമ്മയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്, സമയക്കുറവുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഞാൻ എന്തെങ്കിലും കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുമായിരുന്നു. അതായത് എനിക്കൊരു 16-17 വയസ്സ്, അത് തന്നെ കറക്റ്റ് ആ സമയത്ത്. അപ്പോൾ പലതരം, അപ്പോൾ എനിക്ക് ആരും കൊണ്ടുപോകാത്ത പോലത്തെ മുളകച്ചാറ്, മറ്റേ അച്ചാർ, ഒരു 4-5 ടൈപ്പ് ഓഫ് അച്ചാറൊക്കെ കൊണ്ടാണ് പോകുന്നത്. അതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു. തന്നെ അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന കുറേ കാണുന്നുണ്ട്. പ്ലസ് അമ്മ അങ്ങനെ കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും അമ്മ ഒരുപാട് റെസിപ്പീസ് കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും. പത്രങ്ങളിൽ വരുന്നത്, മാഗസിൻസ് വരുന്നത്, മലയാളം മാത്രമല്ല ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ. പിന്നെ കുറേ കുക്കറി ബുക്സൊക്കെ വാങ്ങിക്കും. അമ്മയ്ക്ക് ഇതൊക്കെ കളക്ഷൻ ഉണ്ട്, ഇഷ്ടമാണ്. അപ്പോൾ ഇത് അമ്മ വായിക്കുന്നോണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഷീ യൂസ് ടു കളക്ട്. ഒരു ഫയൽ നിറച്ച സാധനമുണ്ട്, കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കും. എനിക്കത് ഇഷ്ടമായിരുന്നു. അതൊക്കെ നോക്കുക, എടുക്കുക, പിന്നെ ഇതൊക്കെ ചെയ്യുന്ന കാണുന്നു. അപ്പോൾ എന്തും അതിനോടൊരു ഇഷ്ടം അങ്ങനെ ഉണ്ട് എനിക്ക്. അതൊരു മനസ്സിൽ ഐ തിങ്ക് അതെനിക്ക് ഉണ്ടായിരുന്നിരിക്കാം, ആ ഒരു താല്പര്യവും ഇഷ്ടവും. അല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊക്കെ ഞാൻ എൻ്റേതായ കുറേ മാറ്റങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പിക്കിൾസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവിടെ ലക്ഷ്മി ഉണ്ടെന്ന് അത് കൊള്ളാം അടിപൊളി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കൂടുതൽ ചെയ്യാനായിട്ടുള്ളൊരു പ്രേരണയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാവരെയും എൻകറേജ് ചെയ്യാനേ നോക്കുള്ളൂ. ചെയ്യുന്നവരെ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്യണം. എന്നാലല്ലേ അവർ കൂടുതൽ ചെയ്യുള്ളൂ. ചെറിയ പാളിച്ചകളൊക്കെ നമുക്ക് ഓവർലുക്ക് ചെയ്യാം അല്ലേ, അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഐ യൂസ് ടു ഡു. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ലേഖ എന്ന് പറയും, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ്. പുള്ളിക്കാരത്തി 9th 10th ഒക്കെ ഹോളി ഏഞ്ചൽസിൽ ഞങ്ങളുടെ സ്കൂളിൽ വന്നു എറണാകുളത്ത് നിന്ന്. പുള്ളിക്കാരിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ ഞാനും എൻ്റെ അനിയനും ഒക്കെ അവധി ദിവസമൊക്കെ ചിലപ്പോൾ ഡേ സ്പെൻഡ് ചെയ്യാനൊക്കെ ഞങ്ങൾ പോകും. അപ്പോൾ അവിടെ ലേഖയുടെ അമ്മ സരളമാമിയൊക്കെ നല്ല കുക്ക് ചെയ്യും പല കാര്യങ്ങളും. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി തരും. എനിക്ക് എൻ്റെ എപ്പോഴും ഓർമ്മയുണ്ട്, ഫിഷ് മോളി പോലെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ തിരിച്ച് ബർത്ത്ഡേക്ക് ലേഖയും ചേച്ചിയൊക്കെ ഞാൻ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും നമ്മൾ. അപ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആണ്. അതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ട് ലേഖയൊക്കെ ചേച്ചിയെ വിളിച്ച് മൂളി, എന്നെ വീട്ടിൽ മൂളി എന്നാണ് വിളിക്കുന്നത്. അവരൊക്കെ കുറച്ച് പേര് എന്നെ എപ്പോഴും മൂളി എന്ന് വിളിക്കുന്നവരുള്ളൂ. അപ്പോൾ പറയും മൂളിയാണ് ഉണ്ടാക്കിയതൊക്കെ. ഓ മൈ ഗോഡ്, ഇതൊക്കെ എന്താണ്, ബ്രെഡ് കൊണ്ട് കുറേ പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുക. എൻ്റെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവും എന്തെങ്കിലും. അപ്പോൾ അതൊക്കെ അവർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് അതിശയിച്ച് എന്നെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു
പ്രൗഡാണ്. ഓക്കെ, ഐ വോണ്ട് ടു ഡു മോർ എന്നുള്ളൊരു സാധനമാണ്. ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുവാണെങ്കിൽ ലേഖ പറയാ മോളിക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടല്ലേ. ഇതൊന്നും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവർക്കെല്ലാം എനിക്ക് തോന്നുന്ന ഒരു പങ്കുണ്ട് ഞാനിങ്ങനെ മോൾഡഡ് ആയി വന്നതിൽ. എവ്രിബഡി ഹാസ് വൺ റൂൾ അത് എൻ്റെ ഫ്രണ്ട്സിനുണ്ടാകാം, എൻ്റെ വീട്ടിലുള്ള ചേച്ചിമാർക്ക്, ഈ ഹെൽപ്പിംഗ് ചേച്ചിമാർക്ക് ഉണ്ടാകാം, അമ്മയ്ക്കുണ്ടാകാം, അല്ലെ അമ്മയ്ക്കും ഉണ്ടല്ലോ, എല്ലാവർക്കും, ഞങ്ങളുടെ മുത്തശ്ശിമാർക്ക്, അമ്മൂമ്മമാർക്ക്, എല്ലാവർക്കും. സോ എന്നെ എൻകറേജ് ചെയ്ത എല്ലാവർക്കും. അപ്രീഷിയേറ്റ് ചെയ്ത എല്ലാവർക്കും. മാഡത്തിന് എത്ര മക്കളാണ്? എനിക്ക് 2 പേരാണ്. 2 മക്കള്. അപ്പം അവർക്ക് മാഡം ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം ഏതാണ്? അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് മോൾക്ക് അത്യാവശ്യം നല്ല എല്ലാ ഫുഡും കഴിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഷീ ലൈക്സ് എക്സ്പെരിമെന്റിങ് വിത്ത് ഫുഡ്. ഇപ്പൊ നല്ല പാചകം ചെയ്യുന്നുണ്ട് കേട്ടോ. UK-ലാണ്, മാഞ്ചസ്റ്ററിലാണ്. പണ്ടങ്ങനെ അടുക്കളയൊന്നും കയറിയിട്ടില്ല ഞാൻ. എനിക്ക് ഇറങ്ങാൻ സമയം ഉണ്ടായിട്ടും എൻ്റെ മോൾക്ക് അത് വേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ബേസിക്കലി പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവരുടേതായ ഒരു ലോകത്തായിരുന്നു. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ് മോള് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അയ്യോ എന്തെങ്കിലും മിനിമം പഠിച്ചിട്ട് പോകണ്ടേ പാർവതി, എന്തെങ്കിലും വെച്ചാൽ പാർവതിയാണ് ഫുൾ ജോലി ചെയ്യണത് എന്നല്ല എൻ്റെ അർത്ഥം. ബട്ട് സ്വന്തമായിട്ട് കുറച്ച് അറിയണമല്ലോ എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ അതൊന്നും അങ്ങനെ രജിസ്റ്റർ ആയോന്ന് എനിക്കറിയില്ല. ഒരു ഡയറിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ഞാൻ എഴുതി കൊടുത്തു, ഒരു സർവൈവൽ ആവശ്യങ്ങൾക്കുള്ള മിനിമം സാധനങ്ങൾ. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോയി ആളിപ്പോൾ. ആ തുടക്കത്തിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ അവർ ഹസ്ബൻഡും വൈഫും കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം എന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പാർവതിക്ക് അത്രയും നന്നായിട്ട് ഇപ്പോൾ ഐ എം സോ സർപ്രൈസ്ഡ്. എനിക്ക് അതിശയം തോന്നുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പഠിച്ചല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. പിന്നെ മോൻ്റെ കാര്യം പറയാനാണെങ്കിൽ എഗെയിൻ മോന് പക്ഷെ കുറച്ച് സെലക്റ്റീവാണ്. എല്ലാം കഴിക്കുന്ന ആളല്ല. ചോറ് സാമ്പാർ അതിൻ്റെതാണ് മെയിൻ. പിന്നെ ഫിഷൊന്നും എല്ലാ ഫിഷും കഴിക്കില്ല, ചിക്കനാണ് ഇഷ്ടം. അങ്ങനെ ചില സെലക്റ്റീവാണ് ആ കാര്യത്തിൽ. അപ്പോൾ അങ്ങനത്തെ സാധനം ഉണ്ടാകും. പിന്നെ പുഡിങ്സിൻ്റെ ഒരു വലിയ അതുകൊണ്ടാണ് ഞാൻ ഡിസേർട്ട്സ് ഉണ്ടാക്കുന്ന വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ഡിസേർട്ട്സ് ആണ് അവൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഡിസേർട്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എവിടെ നല്ല ഡിസേർട്ട്സ് കണ്ടാലും വാങ്ങിച്ച് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് വിഷ്ണു അത് പറയുകയാണെങ്കിൽ അതെനിക്കൊരു വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നത്. കാര്യം അവൻ പല ടൈപ്പ് ഓഫ് ഡിസേർട്ട്സ് കഴിക്കുന്ന ആളാണ് പലയിടത്തുനിന്നും. സോ ദാറ്റ് വേ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അതാണ് വിഷ്ണുവിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ്, ഡെസേർട്ട്സ്. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് ഡെസേർട്ട്സ് ഉണ്ടാക്കാൻ, ഭയങ്കര ഇഷ്ടം. പിന്നെ പാർവതി എല്ലാം കഴിക്കും. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും അത്യാവശ്യം എല്ലാം കഴിക്കും, നോൺ വെജ് വെജ് എല്ലാം. അതും അദ്ദേഹവും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ്. നല്ലത് നല്ലതെന്ന് പറയും, ചീത്തയാണെങ്കിലും പറയും. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യും. ഈ പെൺകുട്ടികൾ പൊതുവെ കുക്കിംഗ് പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളാണോ മാം? അല്ല, പെൺകുട്ടികളെന്നല്ല, ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികളും പഠിച്ചിരിക്കണം. കാര്യം ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പുറത്തൊക്കെ പഠിക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ സ്റ്റഡീസിന് പോകുന്നവരുണ്ട്, പിന്നെ ജോലിയായിട്ട് പോകുന്നവരുണ്ട്, കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ പോകണം. അപ്പോൾ പല കാറ്റഗറിയാണ്. പഠിക്കാൻ പോകുന്നവർ പോലും ഇപ്പോൾ ഇവിടുന്ന് അമ്മമാർ കുറേ കാര്യങ്ങൾ ബോയ്സിനാണെങ്കിലും അത്യാവശ്യം മിനിമം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് വിടുന്നത്. അതിനുള്ള പാത്രങ്ങൾ എക്യുപ്മെൻറ്റ്സും ഒക്കെ കൊടുത്ത് വിടാറുണ്ട്. എന്നോട് ചില ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്, മോനിങ്ങനെ വിദേശത്തേക്ക് പഠിക്കാൻ പോകണു ചേച്ചി, എന്തെങ്കിലുമൊക്കെ സ്മോൾ റെസിപ്പീസൊക്കെ പറഞ്ഞു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ മോന് എഴുതി കൊടുത്ത് വിടാൻ എന്നൊക്കെ പറയാറുണ്ട്. എന്തൊക്കെ പാത്രങ്ങൾ കൊണ്ടുപോകണം, ഇവിടുന്ന് മിനിമം കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഇഷ്ടംപോലെ അതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതൊരു പാടേയല്ല റെസിപ്പീസ്. അപ്പൊ കുട്ടികൾ തന്നെ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ അവര് തന്നെ ഒരുപാട് പേര് നോക്കി വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, ചെറിയ ചെറിയ കുട്ടി സാധനങ്ങൾ. അപ്പൊ അതൊരു ഇപ്പൊ എന്താ പറയാ, ഒരു പാചകം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഫണ്ണാണ് സത്യത്തിൽ ചെയ്യുന്നവർക്ക്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്ക്. പ്രത്യേകിച്ച് ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ പറ്റുന്നതുകൊണ്ട് അവർക്കതൊരു രസമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതായത് ഇതിനു വേണ്ടി ചെയ്യുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, കുറച്ച് കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പൊ റീച്ച് ആകും, നല്ലൊരു പേര് വരും, അല്ലെ, നമ്മൾ പോപ്പുലർ ആകും. അപ്പൊ ഒരു മൊബൈൽ ഫോൺ മാത്രം മതിയല്ലോ, അവരത് ചെറിയൊരു സ്റ്റാൻഡിൽ വെച്ചിട്ട് ദേ ആർ ഷൂട്ടിങ്. അത് ഈസി വർക്കാണ്. ഇതിന് എല്ലാവർക്കും ഇപ്പൊ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യാനും അറിയാം, വലിയ പാടൊന്നുമില്ല, ഒക്കെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ അത്രത്തോളം പോപ്പുലറാണ് പാചകം, ഒരു പാടില്ല. അതുകൊണ്ട് എല്ലാവരും പഠിക്കുന്നുണ്ട്, ആണും പെണ്ണും ഒക്കെ ചെയ്യുന്നുണ്ട്. പെണ്ണുങ്ങളെക്കാട്ടി നന്നായി ചെയ്യുന്ന ആണുങ്ങളുണ്ട്, ആണുങ്ങളെക്കാട്ടി നന്നായി ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. അത് സോ അതിലൊരു ജെൻഡർ ഡിഫറൻസ് ഒന്നും ഇപ്പോഴത്തെ കാലത്തില്ല. പിന്നെ ഇപ്പോഴും പഴയ ഒരു ട്രഡീഷണൽ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാകാം. ആണുങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പാടില്ല, പെണ്ണുങ്ങൾ കുക്ക് ചെയ്യേണ്ട, പെണ്ണുങ്ങളുടെ കുത്തകയാണ് ആണുങ്ങളുടെ അല്ല, അത് അവരുടെ ജോലിയാണ്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, നമ്മൾ ജനറലൈസ് ചെയ്യുന്നില്ല. പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, നല്ലതായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മറ്റേ രീതിയിൽ തന്നെ ആലോചിക്കും. അതല്ല ഭയങ്കര ചട്ടക്കൂട്ടിൽ നിന്ന്
പണ്ടത്തെ രീതി വേണം എന്നാഗ്രഹിക്കുന്നവർ ഭാര്യ കുക്ക് ചെയ്യണം, ഭർത്താവ് കഴിക്കും. പക്ഷെ നമ്മളൊക്കെ പഴയ കാറ്റഗറിയാണ്, കാര്യം നമ്മൾ അങ്ങനെ ശീലിച്ചല്ലോ. പണ്ടത്തെ പണ്ടത്തെ രീതി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നൊന്ന് കുക്ക് ചെയ്ത് എനിക്കത് ശരിയാവത്തില്ല. അത് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല, എൻ്റെ അടുക്കള എനിക്ക് സ്വന്തം തരും. പക്ഷെ അതങ്ങനെയല്ല, വേണമെന്നുണ്ട് ചെയ്യുന്ന ഹസ്ബൻഡ്സ് ഉണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ട്. മാഡം ഈ ഒരു ലോ അക്കാഡമി പ്രൊഫസറിൽ നിന്ന് ഈ ടെലിവിഷൻ രംഗത്തോട്ട് എങ്ങനെയാണ് ആ ഒരു ട്രാൻസിഷൻ നടന്നത്? ഇതൊക്കെ നിമിത്തങ്ങളതേ പറയാൻ പറ്റുള്ളൂ, നമ്മളാരും പ്ലാൻ ചെയ്യുന്നതല്ലല്ലോ. ഇറ്റ് ഓൾ ഹാപ്പൻഡ്. അതിന് നിമിത്തമായത് എനിക്ക് കേറ്ററിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഐ ഡു കേറ്ററിംഗ്. അതുകൊണ്ട് കുറച്ച് ആളുകളുടെ ഇടയിലേക്ക് ഞാൻ അറിയപ്പെടുന്ന പാചകം ചെയ്യുന്ന ഒരാളാണെന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്, അവർക്കറിയാം. ഞങ്ങൾ റോട്ടറിയിലൊക്കെ അന്ന് മെമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഒരു സോഷ്യലൈസിങ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു റോട്ടറി എന്നൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർ വരുന്നു, കുറേ പാർട്ടീസ്. എല്ലാ തിങ്കളാഴ്ചകളിലും ഞങ്ങൾക്ക് ഡിന്നർ പാർട്ടി ഉണ്ടാവും, മീറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ ഹസ്ബൻഡ് ഞാനും അതിനകത്ത് പോകും വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ ആൾക്കാരായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെ വന്നപ്പോൾ കേറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അറിയുന്നു, വെഡ്ഡിങ്സ് ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പാചകം ചെയ്യുന്ന ആളാണ്, ലക്ഷ്മിയാണ് ചെയ്യുന്നത്. അന്ന് അങ്ങനെ ഒരുപാട് കേറ്ററേഴ്സ് ഒന്നുമില്ല ആ കാലത്ത്. ദിസ് ഹാപ്പൻഡ് ഓൾമോസ്റ്റ് 30 years back. ഓക്കെ, 30 വർഷമല്ല, 31 വർഷമെങ്കിലും ആകും ഏകദേശം. 31 years back. അന്ന് ഒരുപാട് കേറ്ററേഴ്സ് ഒന്നുമില്ല. ഇപ്പൊ ഒരു തട്ടി വീഴുന്ന കേറ്ററിംഗ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറെ കാലങ്ങളായി ജീവിക്കുന്നതുകൊണ്ട് കാലങ്ങളിൽ വന്ന മാറ്റങ്ങളാണ്. ഞാനൊരു 30 വർഷം മുന്നേ ഉള്ള കഥ പറയുമ്പോൾ അന്നത്തെ കാലഘട്ടം കൂടി ആലോചിക്കാം. നിങ്ങൾക്ക് അതൊന്നും അറിയത്തില്ല, നിങ്ങളൊക്കെ അന്ന് ജനിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ കേറ്ററിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് ദഹനമാണ് കൂടുതൽ. പിന്നെ കേറ്ററിംഗ് സച്ച് അല്ല, പാചകക്കാരെ വിളിച്ച് പാചകം ചെയ്യുന്ന രീതി. അപ്പോൾ 2-3 ലേഡീസ് മാത്രമേ അന്നുള്ളൂ. അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. ഒന്ന് ആനന്ദവണ്ടി ആയിരുന്നു, KS ചിത്രയുടെ ശ്രീമതി KS ചിത്രയുടെ മദർ-ഇൻ-ലോ ആണ്. ഓക്കെ, ഷീ വാസ് എ വെരി പോപ്പുലർ കേറ്ററർ ദാറ്റ് ടൈം. ഇപ്പോഴും പുള്ളിക്കാരിയുടെ മകള് നടത്തുന്ന കേറ്ററേഴ്സ്. പിന്നെ അന്നുണ്ടായിരുന്നത് മംഗല്യ കേറ്ററേഴ്സ്, അത് മറ്റേ മ്യൂസിക് ഡയറക്ടർ ജയചന്ദ്രൻ അദ്ദേഹത്തിന്റെ അമ്മയാണ്. 2. പിന്നെ ഒരു രാജലക്ഷ്മി ആന്റി ഉണ്ടായിരുന്നു, അത് എൻ്റെ ഒരു ക്ലാസ്മേറ്റിന്റെ അമ്മയാണ്. ഓക്കെ, അപ്പൊ ഇവരാരും ഇപ്പൊ ഇല്ല, നൂമൂർ. അവരൊക്കെ കുറച്ച് എല്ലാവരും എബവ് 50 ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അവരെല്ലാം ഒന്ന് കേറ്ററേഴ്സ്, വലിയ പേരെടുത്ത ലേഡി കേറ്ററേഴ്സ്. പിന്നെ പുരുഷന്മാരെന്ന് പറഞ്ഞില്ലേ, പാചകം ചെയ്യുന്ന ആൾക്കാരാണ്, പോയി ചെയ്യുന്ന ആൾക്കാർ, അല്ലാണ്ടില്ല. അപ്പൊ ആ ഒരു മേഖലയിലേക്കാണ് എന്റെ കടന്നു കയറ്റം. അന്ന് ഞാൻ വളരെ യങ് ആണ്, ഇവരെല്ലാം എൻ്റെ അമ്മയുടെ ഒക്കെ പ്രായമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇത് ഒരു ആന്റിയുടെ മകളുടെ പ്രായം എനിക്കന്നുള്ളൂ. ഓക്കെ, അന്നാണ് ഞാൻ കേറ്ററിംഗ് എന്നും പറഞ്ഞ് പതുക്കെ പിച്ച വെച്ച് അങ്ങോട്ട് പോയത്. എന്നിട്ട് ഞാൻ ഈ ആന്റിയെ പോയി കണ്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ തുടങ്ങി ആന്റി, കുറച്ച് അഡ്വൈസ് ഒക്കെ തരണം എന്ന് പറഞ്ഞു. രാജലക്ഷ്മി ആന്റി പറഞ്ഞു, അതിനെന്താ ലക്ഷ്മി, എൻകറേജ് മീ, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എന്തൊക്കെയാണ് വേണ്ടത് നോഹ എനിക്ക് സഹായിക്കാനായിട്ട്. അപ്പൊ ഞാൻ ചെറുതായിട്ട് ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാൻ തന്നെയാണ് പാചകം ചെയ്യുന്നത്. ഒരു 100 പീപ്പിളിന് വരെ ഞാൻ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ആ സമയത്ത് അതുവരെ ഞാൻ എടുക്കുള്ളൂ. 25 to 100 ആയിരുന്നു ഞാൻ കൊടുത്തൊരു കട്ട് ഓഫ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഓർഡേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് പറ്റുന്നില്ല. 100 കൂടുതൽ ചെയ്യുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. ഐ നീഡഡ് മാൻ പവർ, കുറച്ചുകൂടെ ആൾക്കാർ വേണം. അങ്ങനെയാണ് ഞാൻ ആന്റിയായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിച്ചപ്പോൾ എനിക്ക് ആളെയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു, ഒരു ഷെഫിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നു. പിന്നെ അവിടെ നിന്ന് എൻ്റെ തുടക്കമാണ്. വലിയ പാത്രങ്ങൾ വാങ്ങുന്നു, വലിയ അടുപ്പ് വാങ്ങുന്നു. പിന്നെ എനിക്കത് കോൺഫിഡൻസ് ആയി. പിന്നെ ഞാൻ വലിയ വെഡ്ഡിങ്സ് അങ്ങനത്തെ ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ അത് കുറേ ഇപ്പോൾ ഒരു 10-30 വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എന്ന്. ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ സെലക്റ്റീവ് ആണെന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ 25-100 അത് കുറവാണ്, 100 മിനിമം ആക്കിയിട്ടുണ്ട്, മിനിമം ഓഫ് 100. പിന്നെ വെഡ്ഡിങ്സ് ആണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരള സദ്യയുടെ വെഡ്ഡിങ്സ്, ഹിന്ദു വെഡ്ഡിങ്സ്, അതാണ് എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം. പിന്നെ റിസപ്ഷൻസും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതായിരുന്നു എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കുറേ ഫ്രണ്ട് സർക്കിൾ അറിഞ്ഞല്ലോ. അപ്പോൾ ഈ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള പേഴ്സി ജോസഫ് ഉണ്ട്, അദ്ദേഹം നമ്മുടെ ഫ്രണ്ടായിരുന്നു. പേഴ്സി എൻ്റെ വൈഫ് ആശാൻ്റെ നല്ല ഫ്രണ്ടായിരുന്നു. ഞങ്ങളൊക്കെ റോട്ടറി മെമ്പേഴ്സായിരുന്നു. അങ്ങനെയാണ് ആ ഒരു പരിചയം. അന്ന് പേഴ്സി കൈരളിയിൽ ഗ്രാഫിക്സിൻ്റെ ഹെഡായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ബെറ്റി ലൂയിസ് ബേബി എന്ന് പറയുന്ന ശ്രീ എം എ ബേബിയുടെ വൈഫാണ് അന്ന് അവിടുത്തെ പ്രൊഡ്യൂസറാണ്. പുള്ളിക്കാരി, അതായത് ചാനൽ തുടങ്ങി 1 മാസമായിട്ടുള്ളൂ. ആ സമയത്തൊരു എല്ലാ ചാനലും തുടങ്ങുമ്പോൾ ഒരു കുക്കറി ഷോ മറ്റേ വേണമല്ലോ, കുറച്ച് ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഒരു കുക്കറി ഷോ എന്നുള്ള രീതിയിൽ. പക്ഷെ അവർക്ക് അന്ന് ഏഷ്യാനെറ്റും സൂര്യൻ മാത്രമേ ഉള്ളൂ. ദൂരദർശൻ ഓഫ് കോഴ്സ് ഉണ്ട്, ഈ 2 ചാനൽ. അപ്പോൾ 3ാമത്തെ ചാനലായിട്ടാണ് നമ്മൾ വരുന്നത് കൈരളി. അപ്പോൾ ഇങ്ങനെ ഒരു കുക്കറി ഷോ തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ വെറ്റി ചേച്ചിയുടെ ഒരു കോൺസെപ്റ്റാണ്, നോർമൽ ആയിട്ടുള്ള വെറും ഒരു ഷെഫിനെ വെച്ചുള്ള കുക്കറി വേണ്ട, കാര്യം അവരെല്ലാം അങ്ങനെയാണ്, ഷെഫ് ബേസ്ഡാണ്.
അതിൽ ഗ്രാമും അളവും ഒക്കെ എന്ന് പറയുന്നത് കിലോയും ഗ്രാമും കണക്ക് അങ്ങനെ വേണ്ട. ഒരു ഫോർമലായിട്ട് ഇൻഫോർമലായിട്ട് ഒരു വീട്ടമ്മ ചെയ്യുന്ന രീതിയിൽ ഒരു പാചക പരിപാടി തുടങ്ങണം എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷൻ്റെ ബേസിസിൽ ആരെ പിടിക്കണം ആരെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു അങ്ങനെ നോക്കുമ്പോൾ ആണ് പേഴ്സിയാണ് എന്നെ ഇങ്ങനെ സൂചിപ്പിച്ചത്. ലക്ഷ്മി ഉണ്ട്, ലക്ഷ്മി ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഷീ കുക്സ് അങ്ങനെ കേറ്ററിംഗ് ഉള്ള ആൾ. ലക്ഷ്മിയോട് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാനും വിറ്റേച്ചായിട്ടും മീറ്റ് ചെയ്ത് സംസാരിച്ച് വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഓഫ്. അത് എനിക്കത് അങ്ങനെ എങ്ങനെയെന്നൊന്നും ഒരു പ്ലാനില്ല, ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നും അല്ല പോയത്. ജസ്റ്റ് വി ജസ്റ്റ് സ്റ്റാർട്ടഡ്. എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യാനുള്ളൊരു ഫ്രീഡം തന്നു. സെലക്ഷൻ ഓഫ് ഐറ്റംസ് ആണെങ്കിലും ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണെങ്കിലും ഡ്രസ് പാറ്റേൺ. അപ്പം ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ പിന്നെ കുറച്ച് ഇൻപുട്സ് ഒക്കെ ടീച്ചറുടെ ഭാഗത്തു നിന്നുണ്ട്. എങ്കിലും ആൾക്കാരിലേക്ക് എത്തുന്ന രീതി അപ്പോൾ അതൊരു ഭയങ്കര വെൽക്കം ചേഞ്ച് ആയിരുന്നു. കാര്യം ഒരു ഭയങ്കര ഒരു മാറ്റമല്ലേ. ആദ്യമായിട്ട് ഒരു വീട്ടമ്മ നിന്നൊരു നോർമലായിട്ട്, പക്ഷെ വീട്ടമ്മ നിന്ന് ചെയ്യുന്നെങ്കിലും നമ്മളൊരു സാധാരണ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരുങ്ങിയതല്ലോ നിൽക്കുന്നത്. ഇതൊന്നും ഒരുങ്ങിയൊക്കെ നിൽക്കണം എന്നുള്ളത് മാത്രമല്ല, പാത്രങ്ങളൊക്കെ കുറച്ചുകൂടെ ഭംഗിയുള്ള പാത്രങ്ങൾ. ഞാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വീട്ടമ്മ അത്രേ ഉള്ളൂ. ആ ഫോർമാലിറ്റി ഇല്ല, നല്ല ഭംഗിയുള്ളൊരു അടുക്കള, അങ്ങനെ ഒരു മോഡുലാർ കിച്ചൺ പാറ്റേൺ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പെട്ടെന്ന് അത് ക്ലിക്കായി. ഒരു ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് സ്പോൺസേഴ്സ് ഇല്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. വിത്തിൻ 10 എപ്പിസോഡ്സ് മാഗി വന്നു. മാഗി പിന്നെ ഏതാണ്ട് ഒരു 10 വർഷത്തോളം മാഗി ആയിരുന്നു. പിന്നെ മാഗി മാജിക് ഓവൻ എന്നുള്ള പേരായി. പിന്നെ ഈ പറഞ്ഞ ബ്രാൻഡിങ് പോലെ ഞാൻ വെളിയിൽ ഇറങ്ങി എന്നെ മാഗി ചേച്ചി എന്ന് വിളിക്കുന്ന അവസ്ഥയായി. മാഗി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നെ മാഗി ചേച്ചി എന്ന് വിളിക്കുക. മാഗി ചേച്ചി, മാഗി ആൻറ്റി ഈ ലെവലായി. എവിടെ പോലെ എന്റെ മോൾ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ ആരൊക്കെ പറയും ഇതാ മാഗി ആൻറ്റിയുടെ മോളല്ലേ, ആ അവസ്ഥയിലായി. എന്തായാലും അതൊരു നല്ലൊരു ഇതാണ് എന്ന് വെച്ചാൽ നമുക്കൊരു നല്ലതല്ലേ, ഒരു ക്രെഡിറ്റ് ആയിട്ട് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ആളുകളുടെ മനസ്സിലേക്ക് ഇടം നേടി ആ ഒരു സന്തോഷം കൊണ്ട് അത് പിന്നെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ഇപ്പൊ ഒരു 26 വർഷം ആയിട്ട് മാജിക് ഓവൻ അൺഇന്ററപ്റ്റഡ് ആയിട്ട് പോകുന്നു. പണ്ട് സൺഡേസ് ആയിരുന്നു. ഒരുപാട് പേര് പറയും പള്ളിയിൽ പോയിട്ട് വരുന്ന സമയത്ത് ഓടി വന്നിട്ടാണ് ബുക്കും പേനായിട്ട് ഇരിക്കുന്നത്. അന്ന് ഇത് മാത്രമേ ഉള്ളൂ, അതിന്റെ ഒരു ചാമും ഉണ്ട് ഒക്കെ എഴുതിയെടുക്കുന്നു. അത് ഇപ്പൊ ഒരുപാട് പേരും പറയും. ഇപ്പൊ വ്ളോഗ്സ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു എന്താ പറയാ ഇന്ററാക്ഷൻ പറ്റുന്നത്. പണ്ട് നമുക്ക് അറിയില്ലല്ലോ ആൾക്കാരുടെ മനസ്സിൽ. കമന്റ് സെക്ഷൻ മറ്റേ നമ്മൾ പുറത്തു പോകുമ്പോ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണുമ്പോൾ ആൾക്കാർ ഓടി വന്ന് സംസാരിക്കും. ഈ അടുത്ത് മാമിന്റെ ഒരു കമന്റ് കണ്ടതാണ്, മാം സോറി എനിക്ക് കുറച്ച് ദിവസം മാമിന്റെ വീഡിയോ കാണാൻ പറ്റിയില്ല, ഞാൻ കണ്ടോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതാണ് സത്യം. ഇപ്പൊ അത് നമുക്ക് തൊട്ടറിയാം ആ സ്നേഹം. ഓക്കെ, ഇപ്പൊ വ്ളോഗ്സ് വന്നപ്പോ അങ്ങനെ ഒരു ഭയങ്കര ഒരു മാറ്റമാണ്. കമന്റ് ബോക്സ് വളരെ സജീവമാണ്, അതിലെല്ലാവരും വരും. ഞാൻ കഴിയുന്നിടത്തോളം മറുപടിയും കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാവരും ചേച്ചി ചെയ്യുന്ന സമയം കിട്ടും, ചേച്ചിയാണോ നോക്കുന്നത്, അത് വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ട്, ആരെ വെച്ചിട്ട് ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് 24 hours ഇപ്പം മൊബൈൽ ഇതില് നോക്കുക എന്നുള്ളതാണ് മെയിൻ. കമന്റ് സെക്ഷനിൽ നോക്കിയിട്ട് മറുപടി കൊടുക്കും. പറ്റുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയം എല്ലാം ഇതാണ് ചെയ്യുന്നത്. അത് നോക്കി മറുപടി കൊടുത്തുകൊണ്ടിരിക്കും. അത് അവർക്കൊരു സന്തോഷമല്ല. അവരിത് കാണുന്നു, ഒരു കമന്റ് ഇടുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ നമ്മളൊരു താങ്ക് യു പറയുക, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഇടുക, അത് തന്നെ ഒരു സന്തോഷമാണ്. അത് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ മനഃപൂർവ്വം നിർബന്ധമായി അതിനൊരു എഫേർട്ട് എടുക്കാറുമുണ്ട്. വേറെ ആരുമല്ല കൊടുക്കുന്ന റിപ്ലൈ, ഞാൻ തന്നെയാണ്. അപ്പോൾ അതൊരു സന്തോഷം. അങ്ങനെ ഇതിന്റെ പെർഫെക്റ്റ് ബാലൻസ് എങ്ങനെയാണ് മാം മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്? അതായത് മാജിക് ഓവൻ ചെയ്തിരുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരുപാട് ട്രൈ ചെയ്ത് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിരുന്നല്ലോ ഒരു പ്രോസസ്, അതും ആൻഡ് ലോ അക്കാദമി പ്രൊഫസറും ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പെർഫെക്റ്റ് ബാലൻസ് എങ്ങനെയാണ്? ബാലൻസിങ് അത് ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ കേട്ടോ മാജിക് ഓവന്റെ ഷൂട്ട്, വീക്ക്ലി വൺസ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രഷർ. കാര്യം വ്ളോഗ്സ് എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു 5 വ്ളോഗെങ്കിലും ഞാൻ എടുക്കുന്നുണ്ട്. അതാണല്ലോ അതിന്റെ ഒരു രീതി. അപ്പൊ ഒരു 3 വ്ളോഗെങ്കിലും കുക്കിംഗ് വ്ളോഗ്സ് വരും. ഒരെണ്ണം മോട്ടിവേഷന്റെ ആയിരിക്കും, ഒരെണ്ണം ബ്യൂട്ടി വ്ളോഗ് ആയിരിക്കും. ഇങ്ങനെയാണ് ഞാൻ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അത് രണ്ടാമതൊരു ചാനലും ഉണ്ട്, ട്രാവൽ വ്ളോഗ്സ്. അപ്പൊ അതിനുള്ള സാധനങ്ങൾ വേറെ, അതിന്റെ ട്രാവൽ ചെയ്തും എടുത്ത് പുറത്ത് പോയിട്ട് ചെയ്യുന്ന കാര്യം. അപ്പൊ ഇത് ശരിക്കും ടൈറ്റ് ഷെഡ്യൂളാണ്. പിന്നെ കുക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറേ ട്രൈഡ് ഔട്ട് റെസിപ്പീസ് ഉള്ളതുകൊണ്ട് വർഷങ്ങളുടെ പഴയ റെസിപ്പീസ് കുറേ ഉണ്ട് മാജിക് ഓവനിൽ ചെയ്തത്. അത് കുറേയൊക്കെ ഞാൻ ഇതിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം അന്ന് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ കാണുന്നവര്, ന്യൂ ജൻ ആൾക്കാരും അന്ന് ഇതിനോട് വെറുതെ കണ്ടുപോകുന്നവരുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ആവശ്യം വന്നിട്ട് കാണുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഡെയിലി ലഞ്ച്, സിമ്പിൾ മെന്യൂസ്, അതിനൊന്നും മറ്റേ നമുക്ക് വലിയ ഹോംവർക്ക് വേണ്ട. കുറെ നമുക്ക് അറിയാലോ. നമ്മൾ അതിലും ഞാൻ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. കുറേ പേർക്ക് അങ്ങനത്തെ സിമ്പിൾ ലഞ്ച് മെനു ഒക്കെ ഇഷ്ടമാണ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. പിന്നെ ഈ എക്സോട്ടിക് വലിയ അതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഇതാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതെ പിന്നെ കുറച്ച് പേര് ആവശ്യപ്പെടും കേക്ക് സീസൺ. ഞാൻ ഈ സീസണലായിട്ട് ക്രിസ്മസ് സീരീസ്, ഓണം സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് നോക്കിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഓണം സീരീസ് ഇപ്പൊ ഏകദേശം ഒരു 6-7 സീസൺ
സീസൺ കഴിഞ്ഞു. ഇനി ഞാൻ സത്യത്തിൽ ആലോചിക്കണം അടുത്ത ഓണം സീരീസിൽ ഞാൻ എന്ത് ചെയ്യും, സംതിങ് ഡിഫറെന്റ്. അപ്പൊ ഓരോ റീജിയനിലെയും ഞാൻ കൊടുത്തു കഴിഞ്ഞു. പാലക്കാട് കൊടുത്തു, പത്തനംതിട്ട കൊടുത്തു, പിന്നെന്താ പറയാ നാടൻ കോലിയക്കോട് എന്റെ നാട്ടിലെ കൊടുത്തു. ഇങ്ങനെ ഓരോ റീജിയനിലായിട്ട് തൃശ്ശൂർ കൊടുത്തു, തിരുവനന്തപുരം കൊടുത്തു. അപ്പൊ ഇത് കഴിഞ്ഞ സീസൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ ഞാൻ എന്തെന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണ്. അതും ഞാൻ എന്തെങ്കിലും കണ്ടെത്തും. അങ്ങനെ മാം കൊറോണ സമയത്തല്ലേ ട്രാവൽ വ്ലോഗിംഗ്? അല്ല അതൊരു ഭാഗ്യമാണ് കേട്ടോ. കൊറോണ സമയത്തിന് 1 വർഷം മുന്നെയാണ് ഞാൻ തുടങ്ങിയത്. ദാറ്റ് ഈസ് 2019 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് കൊറോണ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഒരുപാട് വ്ളോഗേഴ്സ് വന്നതിനകത്ത്. പ്രത്യേകിച്ച് കുക്കിംഗ് ചാനൽസ്. കാര്യം അന്ന് വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല. അപ്പൊ എല്ലാവരും വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാ സെലിബ്രിറ്റീസും കുക്കിംഗ് ചാനൽസ് തുടങ്ങി. എന്താ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം അത് അന്ന് അവർക്ക് അത് മാത്രമേ പറ്റുള്ളൂ, റീച്ച് ആവാനും. ആളുകളുടെ വിസിബിലിറ്റി ആണല്ലോ എല്ലാവരുടെയും വിഷയം. അപ്പൊ ഒരുപാട് വിസിബിൾ ആയിരുന്ന ആൾക്കാർ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും അവർ ഏതെങ്കിലും രീതിയിൽ വ്ളോഗ് അന്ന് നല്ലൊരു മാധ്യമമായി. അത് അവർ ഡയറക്റ്റും അല്ല, കുറേ ആൾക്കാർ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാമറ ചെയ്ത ആൾക്കാർ, എഡിറ്റേഴ്സ്, അങ്ങനെയുള്ളവർക്ക് പണിയില്ലാതിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ പലരെയും പ്രേരിപ്പിച്ച് അവർ ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അവർ കമ്പനീസായിട്ട് ഫ്ലോട്ട് ചെയ്തിട്ട് ദേ സ്റ്റാർട്ടഡ്. ഇപ്പം നിങ്ങളൊരു സ്റ്റുഡിയോ നടത്തുന്ന പോലെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് വന്നിട്ട് നിങ്ങൾ ചെയ്യൂ, ഞങ്ങളെല്ലാം ചെയ്തു തരാം, ബാക്കപ്പ് ചെയ്യാം, ക്യാമറ വർക്ക്, എഡിറ്റിങ്, അപ്ലോഡിങ് എല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ബേസിസിൽ ഒരുപാട് പേര് അങ്ങനെ ചെയ്തു. പക്ഷെ അതിൽ പല വ്ളോഗ്സും ഇപ്പം നിന്നു പോകുന്നു തോന്നുന്നു അങ്ങനെ ചെയ്ത ആൾക്കാർ. അല്ലാതെ ഡയറക്റ്റായിട്ട് ചെയ്തവർ സ്റ്റിൽ കണ്ടിന്യൂ. അവർക്ക് സമയക്കുറവുള്ളതുകൊണ്ട് കാര്യം അവർ പിന്നെ സജീവമായല്ലോ, അവർക്ക് വേറെ അവരുടെ റെഗുലർ വർക്കിലേക്ക് പോയി വല്ലപ്പോഴും ഒക്കെ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പണ്ട് ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ കുറേ ഫാമിലി വ്ളോഗേഴ്സ് വന്നു. അതാണ് ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒരു തിക്കും തിരക്കും വന്നു ആ കൊറോണ പീരീഡിൽ. അച്ഛൻ, അമ്മ, മക്കള് എല്ലാവരും കൂടി ചേർന്ന് വരുന്ന കുറേ വ്ളോഗ്സ്, ലൈഫ് സ്റ്റൈല്, വീട്ടിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അതും ആൾക്കാർ വെൽക്കം ചെയ്തു. എല്ലാവർക്കും ഓരോ സ്പേസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കൊറോണ കാലത്ത് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതെ, കാണാനും ആൾക്കാരുണ്ട്. അതാണ് ഇതൊരു വലിയൊരു മാറ്റമാണ് ആ ഒരു കൊറോണ വരുത്തിയത്. ഒരുപാട് പുതിയ കേക്ക് ബേക്കേഴ്സ് വന്നു. അതാണ് വേറെ കാര്യം. ബേക്കിങ്ങിന് ഒരു പാഷനാക്കി ഒരുപാട് അവരെല്ലാം ഇപ്പൊ അതൊരു ഉപജീവന മാർഗമാക്കിയിട്ടുണ്ട്. അതും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. സോ ഇതൊരു നല്ല, അതിന്റെ ഒരു നെഗറ്റീവ് വശമല്ല പറയുന്നത്, കൊറോണയുടെ പോസിറ്റീവ് വശമാണ്. നെഗറ്റീവ് ഇസ് ദെയർ ഓഫ് കോഴ്സ്. എല്ലാത്തിനും 2 വശമുണ്ടല്ലോ. മാഡം മാജിക് ഓവൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അതെ, ഞാൻ 26 വർഷം. ആൻഡ് മാജിക് ഓവൻ അന്ന് സൺഡേസ് ആയിരുന്നു, ഇപ്പൊ അത് സാറ്റർഡേസ് ആക്കി. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സാറ്റർഡേസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇതിനെല്ലാം വഴിവെട്ടിയത് മാഡമാണ് എന്ന് പറയാം. ഇൻസ്പയർഡ് ആയിട്ട് കുറെ പേര് വന്നിട്ടുണ്ടെന്നുള്ളതും സത്യം തന്നെയാണ്. അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട് മാഡമാണ് ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ. അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെ ഞാൻ ഈ ട്രാവൽ വ്ലോഗ് ആദ്യം കണ്ടു തുടങ്ങിയ, ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും, ബട്ട് ഞാൻ ആദ്യം കണ്ടു തുടങ്ങിയത് മാമിന്റെ ആണ്. ബിക്കോസ് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ആയിരിക്കും. അല്ല, വ്ലോഗ്സ്, മാമിന്റെ ചാനലിലുള്ള വ്ലോഗ്സ്, അതായത് യൂട്യൂബ് വ്ലോഗ്സ് ഞാൻ കണ്ടു തുടങ്ങിയത് മാമിന്റെ ആണ്. അപ്പോൾ എനിക്കതിൽ തോന്നിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ വേ യു പ്രസന്റ്. കാര്യം നമ്മളും അവിടെ എത്തിയ പോലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കൊന്ന് മാഞ്ചസ്റ്റർ പോയത്. അത് മാത്രമല്ല ആ ഒരു ഫ്രീഡത്തിന്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ ഭയങ്കര, നമ്മളും അവിടെ അതുപോലെ തന്നെയാണ് ഫുഡ് ടേസ്റ്റിങ്ങിന്റെ കാര്യം. നമ്മളും അവിടെ ചെന്ന് ടേസ്റ്റ് ചെയ്തതുപോലൊരു ഫീലാണ്. അപ്പൊ ഈ ട്രാവലിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയായിട്ട് ട്രാവലിങ്ങിലോട്ടൊരു ഇൻട്രസ്റ്റ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഫുഡിന്റെ പാഷൻ പോലെ ട്രാവലിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ഒരു വിരോധാഭാസം എന്ന് പറയാൻ വേണമെങ്കിൽ. കാര്യം എന്നെ പുറത്ത് അങ്ങനെ അധികം വിടാത്ത ഒരാളായിരുന്നു ബിഫോർ മാരേജ്. അച്ഛൻ, അമ്മ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഹസ്ബൻഡ് വളരെ ലീനിയൻ്റ് ആണ്. കുറച്ചുകൂടെ ഒരു, അച്ഛനും അമ്മയൊക്കെ പഴയ ആൾക്കാരല്ലേ, അവർക്ക് കുറച്ചുകൂടെ അന്നത്തെ കാലത്തെ ഒരു രീതിയാണ്. ഒറ്റയ്ക്കൊന്നും വിടുന്നത് പേടിയാണ്. പക്ഷേ ഒരു സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ട് കിട്ടിയത് ആഫ്റ്റർ മാരേജ്. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ചിലർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തത് ആഫ്റ്റർ മാരേജ്. അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കുമ്പോൾ നല്ല സ്വാതന്ത്ര്യമുള്ളവർ ചിലപ്പം തിരിച്ചു പോകുന്ന സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. എൻ്റെ ഒരു ഭാഗ്യം, എനിക്ക് തോന്നുന്നു അത്രയും നാൾ അങ്ങനെ ഇരുന്നത് കൊണ്ട് മേ ബി 22 years സ്വാതന്ത്ര്യമില്ലാതെ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റഡ് ലൈഫ്. 22 കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ലൈഫ് ഡിഫറെൻ്റ് ആയി. പക്ഷെ അപ്പോഴൊന്നും അല്ല, ഒരു 10 years കൂടി കഴിഞ്ഞിട്ട്. കാര്യം മക്കളെല്ലാം വന്ന് അവരെല്ലാം കുറച്ചൊരു സ്റ്റേജ് ആയിട്ടല്ലേ നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടും. പക്ഷെ നമ്മൾ എടുക്കുന്നത് അപ്പോഴായിട്ടുള്ളൂ. അപ്പൊ യാത്ര ചെയ്യാൻ അന്നും ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ യാത്ര. അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്നുള്ളൊരു പെർമിഷൻ തന്നു. പിന്നെ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്ന കേരളയിലെ തന്നെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ തന്നെയാണ്. അതും എൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡ് ആയിരുന്നു ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. കാര്യം ഞാൻ ചെന്ന് സജഷൻ കൊടുത്തു. എനിക്ക് അത് മെയിനായിട്ട് കുക്കിങ്ങിനെ ഫോക്കസ് ചെയ്താണ് അന്ന് പോയത്. ഓരോ സ്ഥലത്തെ റീജിയണൽ ആയിട്ടുള്ള
ആയിട്ടുള്ള ഭക്ഷണത്തിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള എൻ്റെ ഒരു പാഷനാണ്. നമ്മളിങ്ങനെ ഇട്ടാ വട്ടത്ത് നിന്ന് കറങ്ങാണ്ട് നമ്മൾ പറയില്ലേ കിണറ്റിലെ തവള എന്നൊക്കെ പറയുന്നില്ല, അത് പാടില്ല. നമ്മൾ ലോകം വിശാലമാണ്, യാത്ര ചെയ്താലേ അത് അറിയാൻ പറ്റുള്ളൂ. അവിടെ പോയിട്ട് ഒത്തൻറ്റിക് ആയിട്ട് ഇപ്പോൾ രാജസ്ഥാനിലെ ഫുഡ് രാജസ്ഥാനിൽ തന്നെ പോയി കഴിക്കണം, അങ്ങനെ ചെട്ടിനാടാണെങ്കിൽ അവിടെ പോയി കഴിക്കണം എന്നുള്ളൊരാഗ്രഹം. അതിൽ നിന്നും അപ്പം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഓരോ സ്റ്റേറ്റിലെയും ഓരോ റീജിയനിലെയും ഭക്ഷണ സംസ്കാരം അറിയണം എന്നുള്ളൊരു ത്വര എന്നൊക്കെ പറയില്ലേ, അത് ഭയങ്കര മലയാളമായിപ്പോൾ. പക്ഷെ ഞാൻ പറയുകയാണ്, ആ ഒരു ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പോയി ഇങ്ങനെ ആവശ്യപ്പെടുന്നു, മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കും, ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അതിൽ എൻ്റെ ഒരു സെൽഫിഷ് മോട്ടീവ് ഇത് തന്നെയാണ്, പഠിക്കുക എന്നുള്ളത്, അതിനെ കുറിച്ച് കൂടുതൽ. അപ്പോൾ അതോടൊപ്പം തന്നെ ആ യാത്രയിൽ കൾച്ചർ പഠിക്കാം, അവരുടെ ജീവിത രീതി പഠിക്കാം, ഭക്ഷണ സംസ്കാരത്തിനപ്പുറത്തേക്ക് വസ്ത്രധാരണം ഉണ്ട്, വെജിറ്റേഷൻ ഉണ്ട്, യാത്രകളൊരു ഭയങ്കര പഠനമാണ്. ഓക്കെ, അതിലേക്ക് പോകാം. അപ്പോൾ ലക്ലി ഫോർ മീ കൈരളി വാസ് ഓപ്പൺ ഫോർ ദാറ്റ്. അവരതിനുള്ള ബാക്ക് സപ്പോർട്ട് തന്നു, അതിനുള്ള എല്ലാ ടീമിനെ എനിക്ക് തന്നിട്ട് അതിൽ എനിക്കൊരു ഫ്രീഡം തന്നു. സെലക്ഷൻ ഓഫ് സ്ഥലങ്ങൾ, എന്താണ് ചെയ്യേണ്ടത്, എത്ര എപ്പിസോഡ്സ്, അതെല്ലാം എനിക്ക് തന്നു. കാരണം ഇത് ഇച്ചിരി കൂടെ കോസ്റ്റ്ലി അഫെയർ ആണ്. കാര്യം ഔട്ട്ഡോർ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, കുറച്ച് പൈസ ഒരുപാട്. അതുകൊണ്ട് തന്നെ കൈരളിക്ക് വലിയ ബേർഡൻ ആകാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊരു തുടക്കം, ഇത് സക്സസ് ആവുമോ അല്ലേന്നൊന്നും അറിയില്ല, ഒരു ചാനലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പ്രോഗ്രാം ചെയ്താലും ഒരു സക്സസ് റേറ്റ് ഉണ്ടല്ലോ അവർക്ക്, എന്നാലല്ലേ അവർക്കത് ഫീസിബിൾ ആവുള്ളൂ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു സൗത്ത് ഇന്ത്യയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ജസ്റ്റ് സൗത്ത് ഇന്ത്യ. ഏറ്റവും അടുത്ത് കിടക്കുന്ന നിയറസ്റ്റ് നെയ്ബർ ഇസ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങും, അപ്പോൾ ചിലവൊക്കെ കുറയുമല്ലോ. അപ്പോൾ അങ്ങനെ ചെട്ടിനാട് യാത്രയായിരുന്നു എൻ്റെ ആദ്യത്തെ യാത്ര. ഇപ്പൊ ചെട്ടിനാട് വ്ളോഗ്സ് ഒരു 100,000 നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്നൊരു ദിസ് ഹാപ്പൻഡ് മോർ ദാൻ 15 years ബാക്ക്. ഓക്കെ, ചെട്ടിനാട് ഞാൻ ആദ്യം പോകുന്നു, വ്ളോഗ്സ് എടുക്കുന്നു. അത് ഈ പറഞ്ഞതുപോലെ എന്തോ ഭാഗ്യത്തിന് ഒരു ഹിറ്റായി മാറി. നമുക്കൊരു വലിയ ഒരു യാത്രാ ഫീൽ, ഈ പറഞ്ഞ ഒരു സാധനം. ഞാൻ കാറിൽ പോകുന്നു, ആദ്യമൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്നല്ലേ കാണിച്ചു എൻ്റെ കാറിൽ. അന്ന് എൻ്റെ ഹോണ്ട സിറ്റി എടുത്ത സമയമായിരുന്നു, പുതിയ കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഒപ്പം ടീമുണ്ട്, പക്ഷെ അവരൊന്നും ഫ്രെയിമിലില്ലല്ലോ. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നു, പാട്ടും മ്യൂസിക്കൊക്കെ ആയിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കയറി ഭക്ഷണം കഴിക്കുന്നു, അതിനെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ കുക്കിംഗ് മെത്തേഡ് കാണിക്കുന്നു, നല്ല വയലുകൾ കാണുന്നു, അവിടെ ഇറങ്ങി നിൽക്കുന്നു, വാഴത്തോട്ടത്തിൽ ഇറങ്ങുന്നു. അപ്പോൾ സംതിങ് ഡിഫറെൻറ്റ്. ചെട്ടിനാടിൻ്റെ മറ്റേ ആത്തൻകുടി ടൈൽസിനെ കുറിച്ച് പറയുന്നു, അതിൻ്റെ മേക്കിംഗ് കാണിക്കുന്നു, അവിടുത്തെ മറ്റേ ആൻറ്റിക് ഷോപ്പിൽ കയറുന്നു. ഇതൊക്കെ ഇപ്പോഴല്ലേ എല്ലാവരും അറിയണേ, അന്ന് നമ്മൾ കാണിച്ച കാര്യങ്ങളാണ്. 15 years ബാക്ക് ഐ ഷോഡ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അതൊരു ഭയങ്കര നോവൽറ്റി ആയിരുന്നു അന്ന് ആരും കണ്ടിട്ടില്ല. ചെട്ടിനാടിന് ഇത്ര എക്സ്പോഷർ ആയിട്ടില്ല. ഭവനങ്ങളും അവിടുത്തെ പാലസും പിന്നെ അവിടുത്തെ ഹാൻഡ്ലൂം വർക്ക്, സാരീസും ഒക്കെ. അപ്പൊ അത് ഭയങ്കരമായിട്ട് അത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആൾക്കാരങ്ങ് ഏറ്റെടുത്തു. അപ്പൊ അത് പിന്നെ കൈരളിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എനിക്കും. ഓരോ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് കാശ്മീർ മുതൽ എന്താ പറയാ കന്യാകുമാരി ടു കാശ്മീർ കവർ ചെയ്തു. പിന്നെ നെയ്ബറിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പതുക്കെ കടന്നു. ആൻഡമാൻ പോയി, ലിറ്റിൽ ആൻഡമാൻ പോയി, ശ്രീലങ്ക പോയി, മലേഷ്യ പോയി. ഈ മാൽദീവ്സ് ഒക്കെ ഇപ്പൊ ചവറ് പോലെ ആൾക്കാർ എടുത്തു ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നില്ലേ വ്ളോഗ്സ് ആയിട്ട്. പക്ഷെ നമ്മൾ അന്ന് ഇയേഴ്സ് ബാക്ക് മാൽദീവ്സിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ചെറിയ ചെറിയ ഐലൻഡ്സ് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡമാൻസിൽ, ലിറ്റിൽ ആൻഡമാൻസിലെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ലക്ഷദ്വീപിൽ പോയി, അന്നും ഇതുപോലെ പോകാൻ പറ്റി. പിന്നെ അവിടെ ഷിപ്പ്, പിന്നെ എന്താ പറയുക, അവിടുത്തെ കുഞ്ഞു വെസൽസിലൊക്കെ യാത്ര ചെയ്തു, കുട്ടി കുട്ടി ബോട്ട്സിൽ പോയി. വെള്ളത്തിൽ ഭയങ്കര റിസ്ക് എടുത്ത് പോയിട്ടുണ്ട്. ഭയങ്കര കടൽക്ഷോഭമുള്ള സമയത്ത് വരെ പോയി. ശരിക്കും പറഞ്ഞാൽ അപകടമൊക്കെ വരാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയി. പക്ഷെ അതൊക്കെ ഒരു ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് പോലെ. പിന്നെ കാടുകൾ, പല പല കാടുകൾ കേരളത്തിൽ ഉടനീളം ഒരുപാട് യാത്രകൾ ചെയ്തു. അങ്ങനെ കുറേ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഞാനും കുറേ പഠിച്ചു. ആളുകളിലേക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചു. കൾച്ചർ, ഹിമാചൽ, ഇൻസൈഡ് ഓഫ് ഹിമാചൽ, അങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട്. അരുണാചൽ പ്രദേശ്, ഈ സിലാപാസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റില്ല, അവിടെയൊക്കെ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്. അതൊക്കെ പത്രങ്ങളിൽ വരുമ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ പോയ സ്ഥലമല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. PTSO ലേക്ക് കണ്ടിട്ടുണ്ട്, മാധുരി ലേക്ക് കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ പോയി ആ മഞ്ഞ് മൂടി കിടന്ന സ്ഥലം, അങ്ങനെ തവാന്ന് അറിയാം എനിക്ക്. അപ്പൊ എനിക്കെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ആ പേരുകൾ വീണ്ടും കേൾക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് കൊറോണ സമയം വന്നപ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാണ്ടായി. അറിയാലോ, ആ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ പിന്നെ നടന്നില്ല. പിന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ യാത്ര മതിയായിട്ടില്ല, എനിക്ക് ഇനിയും പോകണം, ഇനിയും കാണണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങാം. അങ്ങനെയാണ് നമ്മൾ ട്രാവൽ വിത്ത് ലക്ഷ്മി നായർ എന്നുള്ള സെക്കൻഡ് ചാനൽ യൂട്യൂബിൽ തുടങ്ങിയിട്ട് അതിൽ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ പോയ സ്ഥലങ്ങളിലൂടെയാണ് ഞാൻ വീണ്ടും സഞ്ചരിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ തമാശ. എനിക്ക് എൻ്റെ എക്സൈറ്റ്മെന്റ് തീർന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം പോകുന്ന പോലെ എനിക്ക് വീണ്ടും ഫീൽ ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്നോട് ആരൊക്കെ ചോദിച്ചു, ലക്ഷ്മി ഇപ്പോഴും പോകുമ്പോൾ ആദ്യമായിട്ട് കാണുന്നതല്ല, അത് കാണിക്കുന്നതല്ല, അങ്ങനെ ഫീൽ ആണത്. എനിക്ക് വീണ്ടും പോകുമ്പോൾ വീണ്ടും കാണുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നറിയാം, ചേഞ്ചസ് അവിടെ അറിയാം. മാം, ഇപ്പം വർക്കിന്റെ ബേസിസിലായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ യൂട്യൂബിന്റെ രീതിയിലും പോയിട്ടുണ്ട്. സോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
മെയിൻ വ്യത്യാസം പറയാം, ചിലവാണ്. ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 5 പൈസയുടെ ചിലവില്ല. കംപ്ലീറ്റ് പിന്നെ ചാനലിന്റെ പ്രൊഡക്ഷനാണ്. എനിക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും. ഓക്കെ ചെയ്യുന്നതിന് ആൻഡ് ഐ എൻജോയ് ഓൾ ദീസ് തിങ്സ്. എന്നെ എല്ലാം വെൽ ടേക്കൺ കെയർ ഓഫ്. എൻ്റെ ഭക്ഷണം, എൻ്റെ യാത്ര, എൻ്റെ താമസം ഒക്കെ എല്ലാം ചാനലിലാണ്, കൈരളി ചാനൽ. പക്ഷേ അതേസമയം വ്ളോഗിന് ചെയ്യുമ്പോൾ നമ്മൾ ആണല്ലോ യൂട്യൂബിൻ്റെ ഓണർ, നമ്മുടെ ചാനൽ നമ്മൾ സ്വന്തം. അപ്പോൾ അതിൻ്റെ ഫുൾ എക്സ്പെൻസ് എല്ലാം ഞാൻ തന്നെ എടുക്കണം. താമസത്തിനാണെങ്കിലും എൻ്റെ ട്രാവൽ എക്സ്പെൻസ് ആണെങ്കിലും എൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ സാലറി ആണെങ്കിലും എവറിത്തിങ്. അപ്പോൾ നല്ല എക്സ്പെൻസീവാണ് ആ പ്രോജക്റ്റ്. അത് ശരിക്കും പറഞ്ഞൊരു പാഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് കൊണ്ടുപോകുന്നത്. അതൊരു ബ്രേക്ക് ഇവൻ പോലും ചിലപ്പോൾ ആവണം എന്നില്ല. വ്യൂസ് അനുസരിച്ചിട്ടാണല്ലോ നമുക്ക് വരുമാനം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും തോന്നും അതിന്ന് വരുമാനം കിട്ടുന്നില്ലേ. ഓക്കെ, കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മൾ ചിലവാക്കുന്നതിൻ്റെ അത്രയും വരില്ല, അതിനെക്കാട്ടിലും കുറവായിരിക്കും എപ്പോഴും. ഞാൻ അങ്ങനെ നോക്കുന്നത്. അവരുടെ 2 ചാനലും തമ്മിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ചാനൽ ഇസ് മച്ച് അതിനെക്കാട്ടിലും എക്സ്പെൻസ് കുറവാണ്. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, നമ്മുടെ ഡ്രസ്സ് ഒക്കെ ഫുഡിൻ്റെ ഇത്. പക്ഷെ അങ്ങനെയല്ല, മറ്റേ യാത്രയ്ക്ക് നല്ല പൈസയാകും. സ്റ്റേ തന്നെ ഏറ്റവും തീരെ കുറഞ്ഞ സ്റ്റേ പറ്റില്ലല്ലോ. നമുക്ക് അത്യാവശ്യം ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു സ്ഥലം വേണ്ടേ. കാര്യം നമുക്കൊരു സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ കൂടെ വരുന്നവർക്കുള്ള സ്റ്റേ ഉണ്ട്, പിന്നെ ഞങ്ങളുടെ ഭക്ഷണമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല ചിലവാണ്. ഓക്കെ, എങ്ങനെ പോയാലും ഇവിടുന്ന് തമിഴ്നാട് വരെ ഒരു 3 ദിവസത്തേക്ക് പോയിട്ട് വന്നാലേ ഒരു 75,000 എങ്കിലും മിനിമം ചിലവായിട്ടുണ്ടാവും. അപ്പം അത്രയൊന്നും എന്തായാലും ഒരു 8 എപ്പിസോഡായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു 7-8 ഒക്കെ കിട്ടിയാൽ ഭാഗ്യം. അങ്ങനെ അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. മറ്റേ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. മറ്റത് ഒന്നും ചിലവില്ലാതെ അത്രേ ഉള്ളൂ. അപ്പൊ എത്ര ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ? അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ 5. ഇതിപ്പോ യാത്ര പോകുമ്പോൾ ഞാൻ എൻ്റെ കാറിലാണ് പോകണമെങ്കിൽ ഡ്രൈവർ ഉണ്ടാകും, ഒരു ക്യാമറാമാൻ ആൻഡ് മൈസെൽഫ്. മറ്റതൊരു 5 പേരെങ്കിലും മിനിമം ഉണ്ടാകുമായിരുന്നു പണ്ട്. അത് ഒരു മേക്കപ്പ് മാൻ ആണ്. ആ മേക്കപ്പ് മാൻ തന്നെ ആയിരിക്കും എൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് വരിക. പിന്നെ ക്യാമറ കാണും, ക്യാമറാമാൻ്റെ അസിസ്റ്റന്റ് ഒരാളുണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും. അങ്ങനെ നമ്പർ ഓഫ് ആൾക്കാരും കൂടുതലാണ്. പോയിട്ടുള്ളത് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഇന്ത്യ കേരളത്തിലും പറയാം, ഇന്ത്യയിലും പറയാം, ഇന്ത്യക്ക് വെളിയിലും പറയാം. കേരളത്തിൽ അങ്ങനെ എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല, എല്ലാം എനിക്ക് ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. കാര്യം ഓരോന്നിനും ഓരോ ഭംഗിയാണ്. ഇപ്പം കൊച്ചിയിൽ പോയാൽ കായൽ, അവിടെ വേറെ ഫോർട്ട് കൊച്ചിയൊക്കെ വേറൊരു വൈബാണ്. പിന്നെ പിന്നെ ഹൈ റേഞ്ചസിൽ പോയി കഴിഞ്ഞാൽ അറിയാലോ, മൂന്നാർ, പിന്നെ പീരുമേട്, എങ്ങനെ പോയാലും അല്ലെ, വാഗമണൊക്കെ വേറൊരു ലെവലാണ് വൈബ്. പിന്നെ കടലും കരിയൊക്കെ വരുമ്പോൾ ആലപ്പുഴയൊക്കെ ബാക്ക് വാട്ടേഴ്സ്, അതുകൊണ്ട് കണ്ണൂരൊക്കെ പോയ വേറെ ഇതാണ്. അപ്പം അത് ഫുഡിൻ്റെ ഒരു സ്പെഷ്യലും കൂടെ. അപ്പോൾ അത് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ പറയാനാണെങ്കിൽ കാശ്മീർ, ശ്രീനഗർ വാസ് ദ ബെസ്റ്റ്. ഹിമാചൽ അഗെയിൻ ഈക്വലി ഗുഡ്. പല ലാൻഡ്സ്കേപ്പിലൂടെ പോവാം. ഹിമാചലിൽ പല ലാൻഡ്സ്കേപ്പിലൂടെ പോവാം. പിന്നെ ശ്രീനഗറിൽ ഒരു പർട്ടിക്കുലർ നമുക്ക് ഓട്ടമൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ ഇലകളൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്ന ഒരു മനോഹരമായ കാഴ്ച. വിൻ്ററിൽ പോവുകയാണെങ്കിൽ മഞ്ഞ് മൂടി കിടക്കുന്ന കാഴ്ച. പിന്നെ അല്ലാതെ ഫ്രൂട്ട്സ് വന്നിരിക്കുന്ന ഒരു സമയത്ത് ഓഗസ്റ്റ് ആപ്പിൾ ട്രീസൊക്കെ ഇങ്ങനെ കാഴ്ച കിടക്കും. അത് സീസണലായിട്ട് അങ്ങനെ ഒരു ഭയങ്കര രസമാണ്. വേറൊരു ഭംഗി വൈബാണ്. പക്ഷേ ശ്രീനഗർ ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഹിമാചലാണെങ്കിൽ ഇടയ്ക്ക് എങ്ങനെ പറയാനാണെങ്കിൽ ഹിമാചലിൽ പല പല ഏരിയാസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നാക്കോ എന്നൊക്കെ പറഞ്ഞ സ്ഥലം. ചിലയിടത്തൊക്കെ സാൻഡ് ഡ്യൂൺസ് പോലെ പല പല വർണ്ണങ്ങളിലുള്ള മണ്ണിൻ്റെ ഇങ്ങനെ മൗണ്ടൻസ് നമുക്ക് ഫീൽ ചെയ്യാം. ഈ ടിബറ്റൻ സെറ്റിൽമെൻറ്റ് പോലെ കാണുന്നില്ലേ, ചില ബുദ്ധിസ്റ്റ് ടെമ്പിൾസും അതിൻ്റെ ഇങ്ങനെ ഏറ്റവും ടോപ്പിൽ കുറേ ബിൽഡിങ്സ് ഒക്കെ ആയിട്ട് അങ്ങനത്തെ കുറേ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ ചില മലയുടെ മുകളിൽ വരുമ്പോൾ കൃഷി സ്ഥലങ്ങൾ കാണാം കേട്ടോ. അവിടെ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ ഒക്കെ മനോഹരമായ കുറേ കൃഷി സ്ഥലങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഹിമാചൽ ഈസ് ഈക്വലി ഗുഡ്. അത് പല ലാൻഡ്സ്കേപ്പുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പിന്നെ ലഡാക്കിൽ പോയപ്പോഴും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് സീസണാണ് കേട്ടോ. മഞ്ഞുകാലവും അത് ഭയങ്കര ഡിഫറെൻ്റാണ്. മഞ്ഞുകാലത്തൊക്കെ പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര തണുപ്പാണ്. പക്ഷേ ഈ ദ്രാസ് വഴിയൊക്കെ പോകുമ്പോൾ നമുക്ക് ആ എലിവേഷൻ എപ്പോഴും പറയും, ലഡാക്കിൽ നേരെ ചെന്ന് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കുറച്ച് പാടാണ്, ഒരു അക്ലമറ്റൈസേഷൻ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ചെന്ന് 2 ദിവസമൊക്കെ എടുക്കും. പക്ഷെ നമ്മൾ ഞാൻ കാറിലാണ് യാത്ര ചെയ്തത് അവിടെ വരെ. അത് പോകുമ്പോൾ ഗ്രാജുവലി ആണ്. പക്ഷെ എന്നാലും ഡ്രാസിലൊക്കെ ചെന്നപ്പോൾ തണുപ്പ് കൂടിയിട്ടേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ പോലെ തോന്നിയിരുന്നു ഡ്രാസിലെത്തിയപ്പോൾ. ഡ്രാസ് അത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. കാർഗിലിൻ്റെ ഒക്കെ അടുത്തുള്ള പ്രദേശമാണ്. ഡ്രാസ് കഴിഞ്ഞാണ് കാർഗിൽ വരുന്നത്. ഭയങ്കര മാറ്റമുണ്ട്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ പോയ സമയത്ത് ഭയങ്കര രസമുള്ള സമയമായിരുന്നു. ആപ്രിക്കോട്ട്സ് ഒക്കെ കഴിച്ച് കിടക്കുന്ന സമയമാണ്. പീച്ചസ്, ആപ്രിക്കോട്ട്സ്, മൾബറി. എൻ്റെ പൊന്നു ദൈവമേ, ഞാൻ ഇത്രയും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആപ്രിക്കോട്ട്സും പീച്ചസിനെക്കാട്ടിലും കൂടുതൽ ആപ്രിക്കോട്ട്സ് കുറച്ചുകൂടെ ചെറിയ ഫ്രൂട്ടാണ്. അത് അവരുടെയൊക്കെ വീടിൻ്റെ മുറ്റത്താണ് ഇങ്ങനെ. നമ്മുടെ വീട്ടിൽ മാവൊക്കെ നിൽക്കുന്ന പോലെ അത് പറിക്കാൻ പറ്റുന്ന ഹൈറ്റേ
പറിച്ചിട്ടേ ഉള്ളൂ, ഇങ്ങനെ കിടക്കും. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, ഇഷ്ടംപോലെ പറിച്ചോളൂ എന്നാണ് പറയുന്നത്. ഞങ്ങളിങ്ങനെ കാറിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറേ കവറുകൾ നിറച്ച് വെച്ചിട്ട് കാറിലിരുന്ന് ഭയങ്കരമായിട്ട് കഴിക്കുകയാണ് ആപ്രിക്കോട്ട്സ്. പിന്നെ മൾബറീസൊക്കെ കുറച്ചുകൂടെ വലിയ മൾബറിയാണ്, അതും നിറയെ കാഴ്ച കിടക്കും. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ എനിക്ക് വീണ്ടും പോകണമെന്നുണ്ട് അവിടെ. ഭയങ്കര രസമാണത്, ഭയങ്കര രസമാണ്. പിന്നെ ഹിമാചലിൽ പോയ സമയത്ത്, ഒരു പ്രാവശ്യം പോയ സമയത്ത് ആപ്പിൾസൊക്കെ കിടക്കുന്ന സമയം റോഡിലൂടെ പോകുമ്പോൾ അന്ന് അവിടെ ഫെൻസ് ചെയ്യാത്ത കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഈ ഫെൻസ് നമുക്ക് കയറാം ആ തോട്ടത്തിലേക്ക്, ആരും അങ്ങനെ ഒന്നും പറയില്ല. അവിടെ നിന്നൊക്കെ ഞങ്ങൾ ചുമ്മാ ആപ്പിളൊക്കെ പറിച്ച് തിന്ന് എടുത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ആപ്പിൾ വിൽക്കാൻ വയ്ക്കുമ്പോൾ ഒരു ബോക്സ് ഓഫ് ആപ്പിളിന് വരെ 150 റുപ്പീസൊക്കെ ഉള്ളൂ. ഇത് ഒരുപാട്, ഒരു 10 കിലോ എങ്കിലും വരും അതിനകത്ത്. അത് ഇട്ട് പറയല്ലേ, ഭയങ്കരമാണ്. സത്യം കേട്ടോ, ഭയങ്കര മാറ്റങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെ കുറേ സ്ഥലങ്ങളാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ലക്ഷദ്വീപ് എനിക്കിഷ്ടമാണ്. കടലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൻഡമാൻസ് ഒക്കെ, ലിറ്റിൽ ആൻഡമാൻസ് ഒക്കെ ഒട്ടും പൊല്യൂട്ടഡ് അല്ലാതെ കിടന്നൊരു കാലത്ത് ഞാൻ, ഇപ്പം എനിക്കറിയില്ല കേട്ടോ അവസ്ഥ. അതാ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെയാണത് അറിയണം. ഭയങ്കര രസമല്ലേ അറിയാനായിട്ട്, ആ ഒരു രസമാണ്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ ഒരു വൈബ്രൻസി ഉണ്ട്. എല്ലായിടത്തും വെജിറ്റേഷൻ ഉണ്ട്. ഇപ്പം ആഗ്രയിൽ പോയി കഴിഞ്ഞാൽ എന്ത് മനോഹരമായ കൃഷി സാധനങ്ങൾ കാണാം. പോകണം, നോക്കി പോകണം, ആ സീസൺ നോക്കി പോകണം. പോകുന്ന സമയത്ത് അങ്ങനെ പ്ലാൻ ചെയ്ത് പോയാൽ അഗെയിൻ കാൽക്കട്ട വേറൊരു വൈബല്ലേ. അയ്യോ, അത് കൊളോണിയൽ ഇറയുടെ ഒരു ബാക്കി പത്രം പോലെ കിടക്കുന്ന ആ ഒരു സ്ഥലവും സ്ട്രീറ്റുകളും അവിടുത്തെ ലൈഫ് സ്റ്റൈലും ബിസി സ്ട്രീറ്റ്സും ഭയങ്കര ഡിഫറെൻറ്റ് മൂഡ്സാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ. നമ്മൾ ഈ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടി ഇതൊക്കെ എൻജോയ് ചെയ്യാൻ സത്യം പറഞ്ഞു. പക്ഷെ അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. അപ്പം എന്നോട് ഒരുപാട് പേര് പറയുന്ന, ചേച്ചി പോകുമ്പോൾ ചേച്ചിയിലൂടെ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത എത്രയോ വീട്ടമ്മമാർ ട്രാപ്ഡായിട്ട് ഇരിക്കുന്നുണ്ട്. അവർ പറയും, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ചേച്ചി പോകും, ആ ചേച്ചിയിലൂടെ അവര് മനസ്സിൽ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളാണ്. ആ ഒരു ഫ്രീഡം, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻജോയ് ചെയ്യുന്ന ഫ്രീഡം അല്ലേ, ആ ഒരു കോൺഫിഡൻസ്, ഞാൻ എന്ത് ധൈര്യമായിട്ട് പോകുന്നു എന്നുള്ളതൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടും എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ അവർക്ക് ഇല്ലാത്തായിരിക്കും. പക്ഷെ ദേ ആർ എൻജോയിങ് വിത്ത് മീ. ഞാൻ അവർക്ക് വേണ്ടി കൂടിയാണ് യാത്ര ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും. പക്ഷെ അങ്ങനെ അവരത് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് അങ്ങനെ കുറേ മെസ്സേജസ് വരും. പേഴ്സണലി അയക്കുന്ന കുറച്ച് പേരുണ്ട്, ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. കേട്ടോ, അത് നിങ്ങൾ പോയി തന്നെ കാണണം. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? എനിക്കത് പറയുമ്പോൾ വീണ്ടും എക്സൈറ്റ്മെന്റ്. ഞാൻ ആലോചിച്ചു, ഞാൻ കണ്ട് കഴിച്ച ആളാണ്, ബട്ട് എനിക്ക് മതിയാവണില്ല. എനിക്കിങ്ങനെ മതിയാവാതെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതിയാകും, പക്ഷെ ഇതൊന്നും എനിക്ക് ഒരിക്കലും മതിയാവില്ല. മാഡത്തിന് അപ്പോൾ ഇനി പോകാൻ താല്പര്യമുള്ള, ഇതിലായിട്ട് പോയിട്ടില്ല പക്ഷെ ഇനി പോകാൻ താല്പര്യമുള്ള ഒരു സ്ഥലം ഏതാണ്? ഞാൻ പോകാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇന്റർനാഷണൽ ആയിട്ട് പറയാനാണെങ്കിൽ ഓക്കെ, എനിക്ക് ജപ്പാനിൽ പോകണമെന്നുണ്ട്, ഞാൻ പോയിട്ടില്ല. പിന്നെ ആഫ്രിക്കൻ കൺട്രീസ് ഒന്നും ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. ഐ വോണ്ട് ടു ഗോ ഓൾ ദീസ് പ്ലേസസ്. ഓക്കെ, അതൊക്കെ എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുണ്ട്. കുറച്ച് യൂറോപ്പ് കുറേയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ യൂറോപ്പിൽ എവിടെ പോയാലും ഏകദേശം സിമിലറാണ്, സംതിങ് സിമിലർ. പിന്നെ US ഞാൻ പോയിട്ടുണ്ട് 2-3 പ്രാവശ്യം. അവിടെയും ഒരുപാട് പോകാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ എനിക്ക് മെക്സിക്കോയിലൊക്കെ പോകണമെന്നുണ്ട്. അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സഞ്ചരിക്കണം എന്ന് ഉണ്ട് ആഗ്രഹം. അതൊക്കെ പറ്റും എന്ന് വിചാരിക്കാം. നമ്മുടെ ഫേവറേറ്റ് ക്യൂസീൻ ഏതാണ്? എൻ്റെ ഏറ്റവും ഇഷ്ടം എൻ്റെ നാടൻ ഫുഡ് തന്നെയാണ്. പിന്നെ പുറത്തോട്ടുള്ള ആൾക്കാരുടെ ആഹാരം ആലോചിക്കുകയാണെങ്കിൽ ഇത് കൂടാണ്ട് കേരളത്തിൽ തന്നെ എനിക്ക് മലബാർ ഫുഡ് ഇഷ്ടമാണ്. ആ സൈഡിലോട്ട് പോയാൽ എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, ജനറലി പറയുകയാണെങ്കിൽ അങ്ങനെ മാറ്റി പറയാൻ പറ്റില്ല, എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്. പക്ഷേ ഇൻ്റർനാഷണലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തായ് ഫുഡാണ് എൻ്റെ ഫേവറേറ്റ്. തായ്ലാൻഡാണ് എനിക്കിഷ്ടം കഴിക്കാൻ, നല്ല ഇഷ്ടമാണ്. ഇറ്റാലിയൻ ഫുഡൊക്കെ നല്ലതാണെന്നൊക്കെ പറയുമ്പോഴും എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് പറയുന്ന ഇറ്റാലിയൻ ഫുഡാണ്. പക്ഷേ എനിക്ക് അതങ്ങനെ വലിയ ക്രേസ് ഇല്ല. വൈറ്റ് സോസും പാസ്ത ആൻഡ് പിസ്സ ഓക്കെ എല്ലാം കഴിക്കാൻ ഇഷ്ടമാണ്. ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ നല്ല നല്ല ഫുഡുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം കുറച്ചുകൂടെ ഒരു സ്പൈസി എന്ന് വെച്ചാൽ ഭയങ്കര സ്പൈസി ഫുഡ് കഴിക്കുന്ന ആളല്ല, ബട്ട് എരിവും പുളിയും എല്ലാം കൂടെ വരുന്ന. അതെ അതെ അതെ, തായ് ഫുഡ് നമുക്ക് അത് കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇപ്പോൾ പട്ടായി ആണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സൂപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ടോമിയമ്മും അങ്ങനത്തെ എനിക്ക് ഒരുപാട് നല്ല വേർഷൻസ് ഉണ്ട് ഇവർക്ക് തന്നെ, നല്ല നല്ല കാര്യങ്ങളുണ്ട്. സോ ഐ ലൈക്ക് ഇറ്റ്. അവരുടെ തായ് ഫുഡാണ് എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് എന്ന് പറയാം. ഈ വ്ളോഗിങ്ങിലോട്ടൊക്കെ ശരിക്കും ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വന്നത്? വ്ളോഗിങ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ആയിരുന്നല്ലോ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. അത് ഇറ്റ് വാസ് ലൈക്ക് എ വ്ളോഗിങ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കംഫർട്ടബിൾ ആണ്. ഇങ്ങനെ ക്യാമറയെ നോക്കി സംസാരിച്ച്, ക്യാമറ ഉണ്ടെന്ന് പോലും ഞാൻ അറിയാത്ത രീതിയിലാണ് ഞാൻ സംസാരിച്ച് പോകുന്നത്. ഞാൻ ക്യാമറയെ ഫേസ് ചെയ്തല്ല പറയുന്നത്. ഐ ജസ്റ്റ് ഗോ, ഞാനൊരു പോക്കങ്ങ് പോവാണ് പറഞ്ഞ് ക്യാമറ എന്നെ ഫോളോ ചെയ്യാണ് ചെയ്തത്. അങ്ങനെയായിരുന്നു ഒരു പാറ്റേൺ. ഞാൻ ക്യാമറ കോൺഷ്യസേ അല്ല. ക്യാമറ ക്യാൻ ഫോളോ മീ എന്നൊക്കെ പറഞ്ഞ് പോകണമല്ലേ, ക്യാമറാമാൻ്റെ തലയിൽ എഴുത്താതെ എൻ്റെ പിറകെ ഓടണം. ആ രീതിയിലാണ് നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ചെയ്തുകൊണ്ട്. ഐ വാസ് നോട്ട് അറ്റ് ഓൾ. അതുപോലെ തന്നെയാണ് വ്ളോഗിങ്. അപ്പോൾ ഒരു ക്യാമറ ഞാൻ കയ്യിൽ വെച്ച് സംസാരിക്കുന്നു,
ഇറ്റ്സ് ഓക്കെ. ഒരാൾ എന്നെ ഫോളോ ചെയ്ത് ചെയ്താലും സെയിം. പിന്നെ വ്ളോഗാണ് അടുത്ത നെക്സ്റ്റ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ 1 വർഷത്തോളം ഞാൻ സ്റ്റഡി ചെയ്തിട്ടാണ് ഇറങ്ങിയത്. 2000 ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊറോണ പീരീഡിൽ വന്ന ആളല്ല, 19 വന്നതാണ്. അപ്പോൾ എൻ്റെ അമ്മ ബെഡ് റിഡൺ ആയിരുന്നു ഫോർ ഒരു 5 ഇയേഴ്സോളം. 8 വർഷത്തോളം വയ്യാണ്ടിരുന്നു. ഒരു 5 ഇയേഴ്സ് 4.5 ഒരു 4.5 വർഷത്തോളം ബെഡ് റിഡൺ ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മയെ നോക്കാനായിട്ട് അമ്മയുടെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നും പറ്റില്ല, വ്ളോഗൊന്നും പറ്റില്ല. പിന്നെ ഈവൻ സാറ്റർഡേ സൺഡേസ് എൻ്റെ ബ്രദർ വന്ന് നിൽക്കുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ പുറത്തേക്ക് പോയി എൻ്റെ ഫ്രീ ആകുമ്പോൾ കുറച്ചൊക്കെ ഫ്ലേവേഴ്സിന് വേണ്ടി കുറച്ച് എടുക്കുമായിരുന്നു. അത് കേരളത്തിൽ തന്നെയായിരുന്നു അവസാന ഭാഗങ്ങളിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ദൂരേക്ക് അധികം പോകുന്നില്ലായിരുന്നു. പക്ഷേ അമ്മ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി 2019 അമ്മ മരിച്ച 1 മാസം കഴിഞ്ഞാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. കാര്യം അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ എനിക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു വാക്യൂം ഫീലായിരുന്നു ആ ഒരു സമയത്ത്. കാര്യം എനിക്ക് ഒന്ന് അമ്മയെ നോക്കി ആ ഒരു 5 വർഷത്തോളം 5-6 വർഷം ഞാൻ അമ്മയുടെ പിന്നാലെ ആയിരുന്നു അവിടെ തന്നെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മകള് ബൈ ദ ടൈം കല്യാണം കഴിഞ്ഞൊക്കെ പോയിരുന്നു ലേക്ക്. പിന്നെ മോൻ്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് കഴിഞ്ഞൊരു വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് സമയമുണ്ടായിരുന്നു ആക്ച്വലി പറഞ്ഞാൽ തിരിച്ച് വന്നിട്ട്. പിന്നെ ബൈ ദ ടൈം കോളേജിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുന്ന സമയമാണ്. ഓക്കെ, അവിടുത്തെ ഇഷ്യൂസ് കാരണം അതെല്ലാം പോയി. ഞാൻ ഒരു ലോങ് ലീവായിരുന്നു. പിന്നെ അത് ഞാൻ ഡെപ്യൂട്ടേഷനിൽ വേറൊരു പോസ്റ്റിലേക്ക് വന്നു. സോ ഐ ഹാഡ് ലോട്ട് ഓഫ് ടൈം. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു സെക്കൻഡ്, ബിക്കോസ് എനിക്ക് ഓൾറെഡി ജോലിയുണ്ട്, ഐ മീൻ കുറച്ച് ഓഫീസ് വർക്ക് ഉണ്ട്, പക്ഷേ എൻ്റെ കൈരളിയുടെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ മറ്റത് 9 to 5 ജോബ് പോലെ ഞാൻ എല്ലാ ദിവസവും കോളേജിൽ പോകണം. ഞാൻ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് പോകുന്നത് സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്. പിന്നെ മാജിക് ഓൺ മാസത്തിൽ 2 ഷൂട്ടേ ഉള്ളൂ, കാരണം ആഴ്ചയിൽ ഒന്നുള്ള പ്രോഗ്രാം. അപ്പോൾ എന്നെ പോലെ ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കുറച്ച് കൂടുതൽ ജോലി ചെയ്ത ഒരാളാണ്. എനിക്ക് ആക്ടിവിറ്റി കൂടുതലാണ് എൻ്റെ കാര്യത്തിൽ. എനിക്ക് ചുമ്മാ ഇരിക്കുന്നത് ഇഷ്ടമല്ല. സോ എന്തെങ്കിലുമൊക്കെ ഇനിയും ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഐ ഹാഡ് ടൈം. അപ്പോൾ ബൈ ദ ടൈം ഞാൻ എഗെയിൻ മോളുടെ വീട്ടിലിടയ്ക്ക് മോളുടെ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് ദിവസം മാഞ്ചസ്റ്ററിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഫ്രീ ആണ് ഞാൻ. ആ സമയം ഇങ്ങനെ മെൻ്റലി എനിക്ക് കുറേ ജോലി ചെയ്യാൻ പറ്റുന്നൊരു മെൻ്റൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഞാൻ കുറേ വ്ളോഗ്സൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങി. ഓൾ ഓവർ, അതായത് വേൾഡിലുള്ള പല രാജ്യങ്ങളിലും ആൾക്കാരും ചെയ്യുന്നുണ്ടല്ലോ. വൈ നോട്ട്? അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാനൊരു കുക്കിംഗ് ചാനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആരും ചിന്തിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചെയ്താലോ ചോദിച്ചു. അപ്പോൾ സമയമുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ വ്ളോഗിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തത്. ഫസ്റ്റ് എപ്പിസോഡ് ഇങ്ങനെ ഒരു ചക്കയും കൊണ്ട് ഇറങ്ങി. എന്തോ ഭാഗ്യത്തിന് അത് കയറി വൈറലായി. ഞാൻ മനഃപൂർവ്വം വൈറലാവാൻ ചെയ്തതല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഞാൻ വിചാരിച്ചു ഞാനൊരു ഫോർമലായിട്ട് സാരിയൊക്കെ കൊടുത്ത് ഒരു നല്ലൊരു കിച്ചണിലൊക്കെ, ഒരു മോഡുലാർ കിച്ചൺ പോലെ ഒരു കിച്ചണിൽ ഭയങ്കര എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിന്ന് ചെയ്യുമ്പോൾ നല്ല പാത്രങ്ങളോ, അതാണ് എന്നെ കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാഷ്വലായിട്ട് എൻ്റെ വീട്ടിനകത്തെ കൊച്ചടുക്കളയിൽ സാധാരണ ഒരു വീട്ടമ്മയെ പോലെ, വീട്ടിൽ സാധാരണ ഞാൻ ഇടുന്ന വസ്ത്രമാണ് ടീഷർട്ട്, ലോങ് ടീഷർട്ട്സ് ആൻഡ് സ്കേർട്ട്. അതെൻ്റെ നോർമൽ ഡ്രസ്സാണ്. അത് ഇതിനു വേണ്ടി വേഷം കെട്ടിയതുമല്ല. അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് മുടിയൊക്കെ സാധാരണ കഴിച്ചിട്ട് ആ ഒരു സാധനമാണ് ചക്ക കൊണ്ട് കാറിൽ നിന്ന് ചക്ക എടുത്തോണ്ട് വന്ന് കിച്ചണിൽ നിന്ന് സ്വന്തമായിട്ട് വെട്ടി വൃത്തിയാക്കി ഒരു ചക്കയുടെ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു സാധനമാണ് ഞാൻ ചെയ്തത് എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ. അത്രയും ഡിഫറെൻ്റ് ആവണമെന്ന് ഞാൻ വിചാരിച്ചു. എന്നെ ലക്ഷ്മി നായർ എന്നുള്ള ഒരു മാജിക് ഓവൻ കൂട്ടിനകത്ത് കണ്ട ഒരാൾ, എന്നാലല്ലേ അതിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ. വൈ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഒരു വ്ളോഗും ഇതും തമ്മിൽ? വ്ളോഗ് മീൻസ് ഇറ്റ്സ് എ കാഷ്വൽ, സംസാരിച്ച് ഇങ്ങനെ വളരെ ഇൻഫോർമലായിട്ട് പോണ ഒരു സാധനമല്ലേ. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ചാടി ഇറങ്ങിയത്. അത് കണ്ട് ആൾക്കാരെല്ലാം കൂടി കൊണ്ടുപോയി പൊങ്കാലിട്ട് അത് വൈറലായി. അത് ഭയങ്കര ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി പോലെയുള്ള രീതിയിലേക്ക് അത് പോയി. നല്ലതാണെങ്കിൽ എൻ്റെ ഡ്രസ്സ്, വേഷം, ഭാവം ഒക്കെ വെച്ചിട്ട് അതിനെ വേറെ രീതിയിൽ സൂം ചെയ്തു അല്ലാതെയൊക്കെ അത് കാണിച്ച് സംഭവം എന്തായാലും നെഗറ്റീവോ പോസിറ്റീവോ വൈറലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റീച്ചായി. കാര്യം ഞാനൊരു വ്ളോഗ്, ഞാനൊരു ചാനൽ, യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളത് ആരും പറയാതെ, മറ്റത് കുറച്ചുകൂടെ സമയം എടുക്കുമായിരുന്നു പറഞ്ഞു വരുമ്പോൾ. പക്ഷേ ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്താലും ഞാൻ വീണ്ടും പറയാണ്, അതൊക്കെ വരാനുള്ളതേ വരുള്ളൂ. ഇറ്റ് ഓൾ ഹാപ്പൻ. ഞാൻ യൂട്യൂബ് തുടങ്ങി അത് സക്സസ് ആവണമെന്ന് ദൈവം വിധിച്ചൊരു കാര്യമാണ്. എൻ്റെ അമ്മയുടെ ബ്ലെസ്സിങ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ അതുകൊണ്ടായിരിക്കുമല്ലോ നിമിത്തം പോലെ വന്നത്. അപ്പം ഇത് പെട്ടെന്ന് ആളുകളിലേക്ക് റീച്ചായി. എനിക്ക് തോന്നുന്നു ഒരു 5-6 വീഡിയോ ആയപ്പോൾ തന്നെ എനിക്കൊരു 300 300K ഒക്കെ ആയി പെട്ടെന്ന് തന്നെയായി. എനിക്കൊരു 1.5 years കൊണ്ട് എനിക്കൊരു 1 million സബ്സ്ക്രൈബേഴ്സ് വന്നു, ഒരു 1 million ഫാമിലി ആയി. അപ്പോൾ ഇതൊന്നും നമ്മളാരും പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായത്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഞാൻ എല്ലാ റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഏറ്റവും നന്നായി തന്നെ ചെയ്യാൻ നോക്കി. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമായി. അത് ഓക്കെ.
നെഗറ്റീവ് കമന്റ്സിനൊക്കെ എങ്ങനെയാണ് ഞാൻ നെഗറ്റീവ് കമന്റ്സിന്റെ ഒക്കെ പുറകെ ചെന്ന് പോയാൽ ഞാൻ ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട്, ഞാൻ കാണാറുണ്ട്, ബട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല. എന്നൊന്നും കാര്യമില്ല, മനസ്സിലായി. നമ്മുടെ മൈൻഡിന്റെ പോസിറ്റിവിറ്റി നഷ്ടപ്പെടുത്താനാണല്ലോ ഈ നെഗറ്റീവ് കമന്റ്. അത് ഓരോരുത്തരും പല കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. അസൂയുള്ളവരുണ്ടാകാം, ഇഷ്ടക്കേടുകൾ കൊണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാകാം, അവർക്ക് ദേഷ്യം ഉണ്ടാകാം, അല്ല പേഴ്സണൽ ഗ്രഡ്ജസ് ഉള്ളവരുണ്ടാകാം, പല കള്ളപ്പേരിലായിരിക്കും അവർ വന്നിരുന്നത്, നമുക്കറിയില്ലല്ലോ. അപ്പൊ നമ്മളോട് പേഴ്സണലായിട്ട് ഇഷ്ടക്കേടുകൾ ഉള്ളവരുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും നമ്മളെ ഡിസ്കറേജ് ചെയ്യാനും ഡീമോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടി ആയിരിക്കുമല്ലോ ഇടുന്നത്. അതിലൊന്നും നമ്മൾ വീഴാൻ പാടില്ല. അത് ഇഗ്നോർ ചെയ്യുക. അവർക്ക് അതിന്റെ പ്രാധാന്യം കൊടുത്താൽ മതി. അവർക്ക് ആരാ ഇഷ്ടപ്പെടുന്നവര് 100 പേരുള്ളപ്പോ ഒരു 10 പേര് നമുക്ക് നെഗറ്റീവ് പറയുമ്പോൾ ഇറ്റ്സ് നത്തിങ്. നമ്മളെ അത് ബാധിക്കുന്നേ ഇല്ല. അവർക്ക് ഇമ്പോർട്ടൻസ് പോലും കൊടുക്കരുത്. അവർക്ക് അത്രയ്ക്ക് ഇഗ്നോർ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ ആരാന്നാ ഞാൻ ചോദിക്കുന്നത്. ഓ അതെ, മുഖമില്ലാത്ത മുഖമുള്ളവർ വരട്ടെ ഫ്രണ്ടില്, അത്രല്ലേ ഉള്ളൂ. മുഖമുള്ളവർ നേർക്കുനേർ വന്ന് സംസാരിക്കാം, പറയാനുള്ളത് പറയാം, തിരിച്ചു മറുപടിയും പറയാം. ദാറ്റ്സ് ഓക്കെ. സ്നേഹിക്കുന്നവർ വരട്ടെ, അവരും നമ്മൾ നെഞ്ചിലേറ്റും, നോ ഇഷ്യൂ. എനിക്ക് സന്തോഷമുള്ളൂ, എന്നെ സ്നേഹിക്കുന്നവരോട് എനിക്ക് അത്രയും ഞാൻ അടുക്കുന്ന ഒരാളാണ്. ഇഷ്ടമില്ലാത്തവരെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അത് അന്നും പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അല്ലല്ലോ. അയ്യോ, അതെല്ലാം കൂടി നടക്കുന്നത്. ഞാൻ പിന്നെ ടെക്നോളജിയുടെ കാര്യത്തിൽ ഞാൻ അത്ര വലിയൊരു എക്സ്പേർട്ട് ഒന്നുമല്ല. പിന്നിലാണ് ഒരു ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യാൻ, പിന്നെ മൊബൈലൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാം. അതിൽ ചില മിക്സും കാര്യങ്ങളും ഒക്കെ പറ്റും. ഇൻസ്റ്റയൊക്കെ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫേസ്ബുക്ക് പക്ഷേ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, നോക്കാനായിട്ട് ആളുണ്ട്. കാര്യം അത് ഡെയിലി പോസ്റ്റ് ഇടണം, അതിന് മറുപടി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിന്. അത് ഞാൻ ആളുണ്ട് നോക്കാൻ. പിന്നെ എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ 2 എഡിറ്റേഴ്സ് ഉണ്ട്. അത് അല്ലാണ്ട് എല്ലാം നമ്മൾ ഇത് ട്രാവല്, കുക്കിങ്, നമ്മൾ കോണ്ടന്റും ഉണ്ടാക്കണം, അതെല്ലാം കൂടെ പറ്റില്ല, ഭയങ്കര പാടാണ്. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ബാക്കി നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. സ്വന്തമായിട്ടൊക്കെ ഷൂട്ട് ചെയ്യും, കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ മാം കോളേജിന്റെ ഒരു ഇഷ്യൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. മാം അതിനെ എങ്ങനെ ഓവർകം ചെയ്തു? അതിനൊക്കെയുള്ള സ്ട്രെങ്ത് ദൈവം തന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ നമ്മളത് ഫേസ് ചെയ്യുന്നത്. ആരുടെ കാര്യമാണെങ്കിലും നമ്മൾ ഞാൻ ഒരു കാര്യം പറയാം, ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരു പീക്കുണ്ട്, കയറും ഇറങ്ങും. ഓക്കെ, ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ക്രൈസിസിലൂടെ നമ്മൾ കടന്നു പോകും. എപ്പോഴെങ്കിലും ഇല്ല എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വരും. എനിക്ക് തോന്നുന്ന ഒരു മിഡ് ആയപ്പോഴാണ് എനിക്ക് ആ ക്രൈസിസിലേക്ക് ഞാൻ വന്നത്. അതുവരെയും എനിക്കൊരു ക്രൈസിസും ഇല്ല, ഞാൻ എന്നും ക്രൈസിസ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ഒരു ക്രൈസിസ് അറിയണമല്ലോ, അതിനായിരിക്കാം ദൈവം ഒരു ചെറിയ കൊട്ടുവന്ന് അതെന്ന് ഞാൻ വിചാരിക്കണോ, എനിക്കറിയില്ല. സോ നമ്മൾ കുറേ പാഠങ്ങൾ പഠിക്കും. നമ്മളെപ്പോഴും നമുക്ക് നല്ലത് മാത്രം വന്നുകൊണ്ട് നമ്മളൊന്നും പഠിക്കില്ല. നമ്മളെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ബട്ട് സർട്ടൻ തിങ്സ് വരുമ്പോഴേ അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ഒരുപാട് പോസിറ്റീവും കാണുന്നുണ്ട്. വന്നു എന്നുള്ളത് സത്യമാണ്. ഒരു ക്രൈസിസ് പീരീഡിലൂടെ കടന്നു പോകണം. എല്ലാ മനുഷ്യരുടെ ലൈഫിലും വരുന്ന പോലെ എനിക്കും ഒരു ക്രൈസിസ്, അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്രൈസിസ് ആണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു പേഴ്സണൽ ക്രൈസിസിനെ കാട്ടി എത്രയോ നല്ലതാണ് ഒരു പ്രൊഫഷണൽ ക്രൈസിസ്. അല്ലേ, ശരിയല്ലേ? നമ്മളൊരു ദുഃഖത്തിലൂടെ കടന്നു പോകണം എന്നുണ്ട്, ആ ദുഃഖം കടന്നു പോയേ പറ്റുള്ളൂ ലൈഫിൽ. പക്ഷെ അതൊരു പേഴ്സണൽ ദുഃഖത്തിനപ്പുറത്തേക്ക് ഒരു പ്രൊഫഷണൽ ദുഃഖമായാലും അതല്ലേ ബെറ്റർ. ദാറ്റ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ. അങ്ങനെ നോക്കുമ്പോൾ അത് വൺ തിങ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് തിരിച്ചറിവുകളിലേക്ക് എത്തി. ആരെയും കണ്ണു അടച്ച് വിശ്വസിക്കരുതെന്ന് പഠിച്ചു. കൂടെ നിൽക്കുന്നവർ ചതിക്കുമെന്ന് പഠിച്ചു. ബാക്ക് സ്റ്റാബിങ് പഠിച്ചു. അത്രയും നാൾ നമ്മൾ ട്രസ്റ്റ് ചെയ്തവരെ നമുക്കെതിരായിട്ട് തിരിഞ്ഞത് കണ്ടു. നമ്മൾ സ്നേഹിച്ചവരെ നമ്മളെ മാറി നിന്ന് കുറ്റം പറയുന്നത് കണ്ടു. നമ്മളെ ബാക്കിലൂടെ ഉപദ്രവിച്ച് ബാക്കിൽ വന്ന് തട്ടിയവരെ ഞാൻ കണ്ടു. നല്ലതെന്ന് വിചാരിച്ച പല മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇത്രയും റിയലൈസേഷൻസ് ആണത്. നമ്മളെ പ്രോത്സാഹിപ്പിച്ച് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നവർ നമ്മളെ ചതിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തതെന്ന് മനസ്സിലാക്കി. നമ്മൾ ചെയ്യാത്തതായ പല കുറ്റങ്ങളും മറ്റുള്ള ആൾക്കാർ ചെയ്തതിനും നമ്മൾ പഴിയേക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട്. പിന്നെ എൻ്റെ ഭാഗത്തുനിന്നും ചില മിസ്റ്റേക്സ് ഉണ്ടായി. ഞാൻ വളരെ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നേരിട്ട് ചെയ്യണമായിരുന്നു. പലരും പറഞ്ഞത് വിശ്വസിച്ച് ചെയ്ത കാര്യങ്ങൾ തെറ്റാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തെറ്റാണെന്ന്. അപ്പം നമ്മൾ അങ്ങനെ ആളുകളെ തിരിച്ചറിയാൻ പഠിച്ചു. നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്ന് പഠിച്ചു. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു, എനിക്ക് ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അത് കുറച്ചുകൂടെയൊക്കെ എവിഡൻ്റായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ ഷൗട്ട് ചെയ്യും, വഴക്ക് പറയും. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ലായിരുന്നു. കുറച്ച് അഭിനയിക്കാൻ പഠിച്ചു. ആക്ച്വലി പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള ഒരാളായിരുന്നു. എത്ര ദേഷ്യം വന്നാലും എന്തുണ്ടെങ്കിലും മനസ്സിലൊന്നും ഞാൻ വെച്ചേക്കില്ല. ഐ ജസ്റ്റ് യൂസ് ടു, അത് എന്നെ കണ്ടറിയാം. എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് അറിയാൻ പറ്റും. ഞാൻ പറയാനുള്ളത് അപ്പം പറഞ്ഞ് തീർക്കും. പക്ഷെ ഞാൻ ഗ്രഡ്ജ് ഹോൾഡ് ചെയ്യില്ല. ഞാൻ പറഞ്ഞു തീർത്തു, കഴിഞ്ഞു, അപ്പോഴേ കഴിഞ്ഞു, ഓക്കെ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ അങ്ങനെ ഔട്ട് സ്പോക്കൺ അല്ല. ഞാൻ അങ്ങനെ എടുത്തടിച്ചൊന്നും പറയാറില്ല. കൺട്രോൾ ചെയ്യും. മനസ്സിൽ തോന്നിയാലും ഞാൻ വെളിയിൽ കാണിക്കില്ല. കുറേയൊക്കെ അങ്ങോട്ട് പഠിച്ചു.
അതാണ് സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടിയ കുറേ പാഠങ്ങൾ. എന്നുവെച്ചാൽ എനിക്ക് ജെന്യുവൻലി സ്നേഹമുള്ള, ഞാൻ സ്നേഹിക്കുന്നവരെ തന്നെ ചിലപ്പോൾ ഞാൻ വഴക്ക് പറയും. സ്നേഹക്കുറവുകൊണ്ടല്ല, അത് അവരെ കറക്റ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ ചെയ്ത തെറ്റാണ്, എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം, എന്നെ അങ്ങനെ ബോധ്യപ്പെടുത്തിയതാകാം ആരെങ്കിലും ഒക്കെ. അത് ശരിയല്ല എന്ന് ഞാൻ പിന്നെ റിയലൈസ് ചെയ്തു. എൻ്റെ ചില റിയലൈസേഷൻസ് ഉണ്ട്, എൻ്റെ ഭാഗത്തുനിന്നും കുറേ മിസ്റ്റേക്സ് ഉണ്ട്, അതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. അത് വേണ്ടിയിരുന്നില്ല. ചിലരെയൊക്കെ ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ചിലർ ഇന്നസെൻ്റ് ആയിട്ടുള്ളവരെ ഹേർട്ട് ചെയ്തതിന് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കുമല്ലോ അവരെ എന്നെ കൊണ്ട് പക്ഷേ അല്ലാതെ ഞാൻ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ചെയ്തിട്ട് തന്നെയാണ്. അതിന് ഐ ഡോണ്ട് റിഗ്രറ്റ് ദാറ്റ്. അങ്ങനെയാണ് എൻ്റെ ഒരു റിയലൈസേഷൻ. പക്ഷേ ഇത് വരാനുള്ള കാര്യമാണ്, വന്നു, അങ്ങനെ വിചാരിച്ചാൽ മതി. വേണമെങ്കിൽ അത് ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. 1-2 ദിവസത്തിൽ തീരുന്നൊരു സമരം മാസങ്ങൾ, 1 മാസത്തോളം നീണ്ടുപോയത് എൻ്റെ പിടിപ്പുകേട് കൂടിയാണ്. അത് എനിക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് അത് പോയതാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണമെങ്കിൽ അന്ന് ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ആ സമയത്ത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അന്ന് സപ്പോർട്ട് ചെയ്തില്ല, അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അത്തരം കാര്യങ്ങൾ നടന്നു, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇറ്റ്സ് ഓൾ സപ്പോസ് ടു ഹാപ്പൻ അല്ലേ. ഇത് വരാനുള്ളതാണ്, വരും. എനിക്ക് എത്രയാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും കിട്ടി. എനിക്ക് അതുവരെ എൻ്റെ കരിയർ അങ്ങനെ പോകണം എന്നാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കരിയർ മാറണം എന്നായിരുന്നു. ഈ വ്ളോഗിംഗ് ഒന്നും അത് ഞാൻ കണ്ടിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു. ഞാനൊരു യൂട്യൂബ് ചാനലും തുടങ്ങില്ലായിരുന്നു, ഒന്നും നടക്കില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഇല്ല, ഒന്നും കിട്ടില്ലായിരുന്നു. അപ്പൊ ദൈവമായിട്ട് വിചാരിച്ചു, ലക്ഷ്മി ഇത്ര നാൾ അങ്ങനെ ജോലി ചെയ്താൽ മതി, ഇനി ലക്ഷ്മിക്ക് കുറച്ച് ലക്ഷ്മിയുടേതായ പാഷനുമായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ എന്ന് ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവാം. എന്നെ കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യ സ്ത്രീ ആക്കാനായിട്ട് ദൈവം ചെയ്ത അതൊരു കുറച്ച് ടഫായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച്, കൂടെ ദൈവത്തിൻ്റെ ഒരു അദൃശ്യ കരങ്ങൾ ചേർത്ത് പിടിച്ചു എന്ന് പറയാം. ഫാമിലി മെമ്പേഴ്സും സപ്പോർട്ട് ചെയ്തു, അവരെല്ലാവരും ചേർന്ന് നിന്നു, അങ്ങനെ കടന്നുപോയി. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള അത്രേ ഉള്ളൂ. മാഡം പൊളിറ്റിക്സിലോട്ട് ഞാനും പൊളിറ്റിക്സ് വന്ന് ചേർന്ന് പോണ കാര്യങ്ങളല്ല. അല്ല, അത് സാധ്യതയൊന്നുമില്ല. മാഡം ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. മാഡത്തിന് ഫ്രീ ടൈം വളരെ കുറവായിരിക്കും ഇപ്പം മാഡം. കുറവാണ്. അപ്പോഴത്തേക്കും ഈ ഫ്രീ ടൈമിൽ മാഡം എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഫ്രീ ടൈം ചെയ്യുന്നത് എൻ്റെ കുടുംബങ്ങളുമായിട്ട് കളിച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫ്രീ ടൈം. ഞാനിപ്പം ഹാർഡ് വർക്കിംഗ് കാര്യം പറഞ്ഞെങ്കിലും മെയിൻ എൻ്റെ സമയം ഞാൻ മോൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ആ മോൾ ഉറങ്ങി കഴിഞ്ഞിട്ടേ ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ മോൾക്ക് എൻ്റെ ഒരു മിസ്സിങ് ഉണ്ടാവാത്ത രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഹാർഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എക്സ്ട്രാ ടൈം എടുത്താണ് എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഐ സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ടൈം വിത്ത് മൈ ഗ്രാൻഡ് ഡോട്ടർ. അതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ മോൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം മാജിക് അവൻ്റെ സമയത്താണെങ്കിലും വ്ളോഗ്സിൻ്റെ ടൈമിലാണെങ്കിലും മാമിൻ്റെ പ്രസൻറ്റേഷൻ പോലെ തന്നെ ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അറ്റയർ, സാരി എന്ന് പറയുന്നത്. സോ എങ്ങനെ ഈ സാരി സെലക്ഷൻ? എനിക്കത് ഒരുപാട് ആൾക്കാർ എന്റെ അമ്മയാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഓ ആ സാരിയെ കാണുമ്പോഴത്തേക്കും അടിപൊളി, സാരി കാണാൻ വേണ്ടി തന്നെ എന്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഈ സാരി സെലക്ഷൻ? സാരി സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭാഗ്യത്തിന്, എനിക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു കടയിൽ കയറി എനിക്ക് പെട്ടെന്ന് സാരി കിട്ടും. സാരി എന്നെ തേടി വരുന്ന പോലെയാണ്. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കണ്ണ് കറക്റ്റായിട്ട് ആ സാരിയിൽ തന്നെ എത്തും. എനിക്ക് അധികം സമയമേ എടുക്കില്ല ഷോപ്പ് ചെയ്യാനായിട്ട്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്കറിയാം. ഞാൻ അങ്ങോട്ട് ചെല്ലും, അതെടുക്കും ഇതെടുക്കും, അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ ഇട്ടേക്കുന്ന ഞാൻ 2-3 എണ്ണം കാണും, അത് കൊള്ളായത് എല്ലാം എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിയും. എൻ്റെ കണ്ണ് പെട്ടെന്ന് എനിക്ക് വേണ്ട സ്ഥാനത്തിലേക്ക് എത്തും. അതൊരു ഫാക്റ്റാണ്. എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് ആ കാര്യം. എനിക്കറിയില്ല കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ പോയി ഇവിടെ നാട്ടിൽ നമുക്ക് 1000, 800, 1200 കിട്ടുന്ന സാരി അവിടെ 200-300 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ സാരി കളക്ഷൻ ഉണ്ട്. അപ്പോൾ പക്ഷെ അതൊക്കെ നല്ല, ഇവിടെ വരുമ്പോൾ അത് ഇരട്ടി വിലയ്ക്കാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതൊന്നും പോരാഞ്ഞിട്ട് ഓൺലൈനായിട്ട് വാങ്ങിക്കാറുണ്ട്. എന്നെ എല്ലാവരും കൂടി എനിക്ക് ഭയങ്കര ഒരു ക്രേസാണ് കേട്ടോ സാരി. പിന്നെ ഏറ്റവും കൂടുതൽ പൈസ കളയുന്നതും അതിന് വേണ്ടി തന്നെയാണ്. സ്വർണ്ണാഭരണങ്ങളൊന്നും വാങ്ങിക്കാറില്ല, അത് അച്ഛനമ്മമാർ തന്ന ആഭരണങ്ങളൊക്കെ ഉള്ളൂ. അതിനോടൊരു ക്രേസ് ഒന്നുമില്ല. നിങ്ങൾ കാണുമ്പോൾ അറിയാലോ, ഞാൻ അങ്ങനെ ഫാൻസിയാണ് കൂടുതലും ഇടുന്നത്, ഫാൻസി ഓർണമെന്റ്സ്. ഐ ഡോണ്ട് ഗോ ഫോർ ഗോൾഡ്. ഗോൾഡ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. ഇപ്പൊ ഈ കാറ്ററിംഗ് അല്ലാതെ ഫ്യൂച്ചറിൽ ഒരു ബിസിനസ് ചെയ്യണം, അല്ലാണ്ട് ഒരു ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാം ഒന്നെങ്കിൽ ഒരു സാരി അങ്ങനെ പോവാം, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിൽ പോകും. ഇതിൽ ഏതായിരിക്കും? സാരിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഡോട്ടറിലും ഉണ്ട്. ഷീ ഈസ് റണ്ണിങ് എ ബൊട്ടീക്ക്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ റെസ്റ്റോറൻറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡയറക്റ്റായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യാനായിട്ട് ഒരു താല്പര്യമില്ല.
ജനറലി. പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് നിന്ന് ചെയ്യുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. എൻ്റെ എക്സ്പെർട്ടീസ് കൊടുക്കുക, പിന്നെ എൻ്റെ പല സിഗ്നേച്ചർ ഡിഷസ് ചെയ്യുക. അതിന് ഇപ്പം ദുബായിൽ മിക്കവാറും ഒരു റെസ്റ്റോറൻറ്റ് പ്രോജക്റ്റായിട്ട് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ് പ്രോബബ്ലി ഈ വർഷം ആദ്യം തന്നെ ഒരു റെസ്റ്റോറൻറ്റ് പ്രോജക്റ്റ് വരും. അതിൽ ഒരു ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് ഐ ബി ബ്രാൻഡിങ് ദാറ്റ് റെസ്റ്റോറൻറ്റ്. എൻ്റെ സിഗ്നേച്ചർ ഡിഷും അതിനകത്ത് ഉണ്ടാവും. അത് ഒരു വിത്തിൻ 2 months അത് വർക്ക്ഔട്ട് ആകുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. ദുബായിലാണ്. അപ്പം മോൻ അവിടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു താല്പര്യമുണ്ട്. അവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകുന്ന സ്ഥലമല്ലേ, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് അവിടെ പോകാൻ പറ്റും. കാര്യം ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ചൊക്കെ യാത്ര അവിടെ ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്രോജക്റ്റ്. പിന്നെ എൻ്റെ ഒരു ലോങ് ടേം ഡ്രീം എന്ന് പറയുന്നത് അതൊരു ഇൻവെസ്റ്ററിനെ കിട്ടിയാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഒരു ഹോട്ടൽ എന്താ പറയുക, കേറ്ററിംഗ് കോളേജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒരു കോളേജ് തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ ഒരു ലോങ് ടേം ഡ്രീം, എൻ്റെ ഫ്യൂച്ചർ. കുറേ ആൾക്കാരെ പാചകം പഠിപ്പിച്ചിറക്കാറുള്ളത്. സോ അതാണ്. അല്ല, എല്ലാം വരും. അപ്പോൾ ഒരു കേറ്ററിംഗ് കോളേജാണ്, അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത്രയും പൈസ എൻ്റെ കയ്യിലില്ല ഇൻവെസ്റ്റ്. സോ അതൊരു ഇൻവെസ്റ്റർ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതും വർക്കൗട്ട് ആവും. ട്രൈ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ചിലപ്പോൾ നടക്കും ഭാവിയിൽ, നോക്കാം. ഫിലിമൊക്കെ കാണാറുണ്ട്? ഫിലിമൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള? സിനിമയൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല. ഇപ്പോൾ ഈ എന്താ പറയുക, നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ആമസോൺ, ഇതൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള മൂവീസ് കാണാൻ പോലും ഇപ്പം സമയം കിട്ടുന്നില്ല. കുഞ്ഞും കൂടി ഉള്ളത് കൊണ്ട് സിനിമ കണ്ടിരിക്കാൻ പറ്റില്ല. മോള് ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അറിയാലോ, രാത്രിയൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ കുഞ്ഞ് കിടക്കുമ്പോൾ ലേറ്റ് ആവും. അതുകൊണ്ട് ഇപ്പോൾ സിനിമ കാണാനും മൊബൈലിൽ എന്തെങ്കിലും കണ്ടാലായി, അത്രേ ഉള്ളൂ. പക്ഷേ ചാനൽസും TV-യുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഒന്നും കാണൽ നടക്കുന്നില്ല. അതാണ് ഒരു സത്യം. പക്ഷെ നല്ല മൂവീസൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ സെലക്റ്റീവായിട്ട് കാണുന്ന ആളുമാണ്. മാമിന് ഇപ്പോൾ ഒരു മൂവിയിലോട്ട് അങ്ങനെ മൂവി ഓഫേഴ്സ് വന്നിട്ടുണ്ടോ? പണ്ടൊക്കെ വന്നിട്ടുണ്ട്, ഇടയ്ക്ക് വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ സിനിമയിലൊന്നും ഇല്ല, മൂവിയിലൊന്നും പോകാൻ താല്പര്യമില്ല. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പാഷനില്ല. മൂവി ഇപ്പം ഇത്രയും നാള് മാം ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട്. ബട്ട് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും അയ്യോ ഇത് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഇത് നേടാൻ പറ്റിയില്ലല്ലോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു അൺഗ്രേറ്റ്ഫുൾ ആയി പോകും ഞാൻ, അല്ലേ? അങ്ങനെ അഹങ്കാരം പാടില്ല. നമുക്ക് ദൈവം ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു മോഹം, 1-2 ചെറിയ ആഗ്രഹങ്ങൾ നടക്കാതെ പോയെന്ന് വെച്ചാൽ എനിക്ക് ഡാൻസ് പഠിക്കണമെന്നുണ്ടായിരുന്നു, അത് നടന്നിട്ടില്ല. പിന്നെ പാട്ട് ഓക്കെ, അതൊക്കെ പേഴ്സ്യൂ ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പാടുമായിരുന്നിരിക്കാം. പക്ഷെ ഡാൻസ് എനിക്ക് മിസ് ചെയ്തു പോയൊരു കാര്യമാണ്, പഠിക്കണം എന്ന് ആഗ്രഹിച്ച് നടന്നൊരു കാര്യമാണ്. അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ മിസ്സിങ്, അതൊക്കെ ഒന്നും ദൈവം എല്ലാം കൂടെ വേണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ചെറിയൊരു ഹോബി പോലെ വേണമെങ്കിൽ ഇനിയും പഠിക്കാം, വേണമെങ്കിൽ, അത്രേ ഉള്ളൂ. പെർഫോമറൊന്നും ആവാൻ പറ്റില്ല, ബട്ട് മാഡം ഇപ്പം നമ്മളിപ്പം ചില സ്ഥലത്ത് എന്തെങ്കിലും മോശം ഫുഡ് കാണാം, ഹോട്ടൽ ക്ലോസ് ചെയ്യുന്നു. പക്ഷെ എന്നാൽ ചിലപ്പം 1 മാസം പോലും എടുക്കത്തില്ല, അതങ്ങ് ഓപ്പൺ ആവും. അതാ, അപ്പൊ അതിനെ പറ്റി എന്താണ് ശരിക്കും മാഡത്തിന്റെ ഒപ്പീനിയൻ? അതായത് വലിയ ഹോട്ടലാണെങ്കിലും ഭയങ്കര പോഷാണെങ്കിലും ഫുഡ് നന്നാവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും അവർ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് ഉണ്ടാക്കിയത്. നമുക്കറിയില്ല, നമ്മൾ കിച്ചണിൽ പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഈ വലിയ ഹോട്ടൽസിൽ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ഫുഡ് ഫ്രീസറിലൊക്കെ വെച്ചിട്ടും മറ്റേ ഈ എല്ലാം ഒന്നും ചിലവായി പോകില്ല, അത്ര റഷൊന്നും കാണില്ല, കാരണം എക്സ്പെൻസീവായിട്ട്. അപ്പോൾ അത് കുറച്ച് ഫ്രോസൺ സാധനങ്ങളോ അല്ലെങ്കിൽ എങ്ങനെ എല്ലാം ഫ്രഷ് ഫുഡ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല, എടുത്ത് കളയണമെന്നുമില്ല, യു ഡോണ്ട് നോ. പക്ഷേ ചിലതൊക്കെ ഒരു പോർഷനായിട്ടൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടാകും. ബട്ട് സാധാരണ ചെറിയ കടയിൽ പോയാൽ പുറമേ വലിയ വൃത്തിക്കുറവൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കിച്ചണിലൊക്കെ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഭയങ്കര വൃത്തിയും വെടിപ്പൊന്നും ഉണ്ടാവില്ല. ബട്ട് ചൂടായിട്ടാണ് ഉണ്ടാക്കുന്നത്, ഫ്രഷ് ആണോ, അത്രയും തിരക്കുള്ള കടയാണെങ്കിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല. പിറ്റേ ദിവസത്തേക്ക് ചിക്കൻ ഒന്നും വരട്ടി വെച്ചേക്കില്ല. അവിടെ ചില്ലറിലും ഫ്രീസറിലും ഒന്നും കാണില്ല. മീനും എന്ത് സാധനമാണെങ്കിലും ഫ്രഷായിട്ട് അന്നേരം ഉണ്ടാക്കി അന്നേരം തീരുന്ന കടകളാണ് പോകേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരിക്കാം, ചിലപ്പോൾ പുറത്ത് നിന്നായിരിക്കും കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം അല്ലെങ്കിൽ മാംസം അങ്ങനത്തെ കാര്യങ്ങളും ഉടനെ ഉണ്ടാക്കി ഉടനെ തന്ന് അന്ന് കൊണ്ട് ക്ലോസ് ചെയ്യുന്ന കച്ചവടമാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ഞാൻ എല്ലാ ടൈപ്പ് ഹോട്ടൽസിലും പോകും, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലായിടത്തും പോകും. എനിക്ക് ദൈവം സഹിച്ച് വയറിന് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. എത്ര സ്ഥലത്ത് പോയി കഴിച്ചാലും ഫൈനലി എൻ്റെ വീട്ടിലെ ഫുഡ് തന്നെയാണ് ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യണം, നമ്മൾ കഴിക്കുന്നത്. ഒരു ചോറും ചമ്മന്തി ആണെങ്കിലും ഐ ആം വെരി ഹാപ്പി. പക്ഷെ ഇത്രയും ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി, എല്ലാവരുടെ സ്വാദും അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറഞ്ഞോണ്ടാണ് ഏതെങ്കിലും ഇൻസിഡന്റിൽ ട്രാവൽ പോയപ്പോഴത്തേക്കും ഫുഡ് പോയിസണിങ് കൂട്ടുമല്ലോ, അങ്ങനെ അത് എപ്പോഴോ വന്നോന്ന് വെച്ചാൽ
ഇത് എൻ്റെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ചെയ്ത സമയത്താണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിനല്ല. അത് ഹൈദരാബാദിലോ മറ്റോ പോയപ്പോൾ എനിക്കൊരു ഫുഡ് പോയ്സണിങ് ഇഷ്യൂ വന്നിട്ടുണ്ട് 1-2 സ്ഥലത്ത്. പിന്നെ ഞാൻ MP മധ്യപ്രദേശിലൂടെ സഞ്ചരിക്കുമ്പോഴേക്കും അത് ഭയങ്കര മോശമായിരുന്നു. അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് പോകുമ്പോൾ തന്നെ അറിയാം, ഒരു വൃത്തിയില്ല, വെടിപ്പില്ല, അങ്ങനത്തെ സ്ഥലങ്ങളാണ്. വൃത്തി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഹോട്ടലിന്റെ വൃത്തിയല്ല, സ്ഥലത്തിനേ ഇല്ല. അവിടെയൊക്കെ പട്ടി, പൂച്ച, മറ്റേ ഡോങ്കി എല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുന്നു, മണ്ണ്, ചെളി, വെള്ളം കെട്ടിക്കിടക്കണു, അങ്ങനെയൊക്കെയുള്ള സ്ഥലം. അപ്പോൾ അവിടുത്തെ വെള്ളത്തിലൊക്കെയാണ് വരുന്നത്. ഞാൻ പക്ഷേ എപ്പോഴും അതിനുശേഷമാണെന്ന് തോന്നുന്നു കുറേ കൂടെ ശ്രദ്ധിച്ചു തുടങ്ങി. നമ്മൾ പുറത്ത് പോയാൽ ഞാൻ ബോട്ടിൽഡ് വാട്ടർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഒരു സ്ഥലത്ത് പോലും കഴുകാൻ പോലും ഞാൻ കുപ്പിയിൽ വെള്ളം വാങ്ങിച്ചിട്ടേ കഴുകുള്ളൂ. അതിപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും ഇവിടുത്തെ വാഷ് ബേസിന് എന്താ കഴിയും. പക്ഷെ അങ്ങനെയല്ല, ആ പൈപ്പിൽ വരുന്ന വെള്ളത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ആ ഒരു സാധനമാണ്. എനിക്ക് ജോണ്ടിസ് വന്നു ഒരു പ്രാവശ്യം അങ്ങനെ. ഓക്കെ, അതിനുശേഷം അത് ഭയങ്കര, അത് കേരളത്തിൽ വെച്ച് തന്നെയായിരുന്നു. എന്തോ ഒരു ഫംഗ്ഷൻ, എനിക്ക് തോന്നുന്നു വൈസ്മെൻസ് ക്ലബിൻ്റെ എന്തോ ഒരു പ്രോഗ്രാമിന് പോയിട്ടൊരു തിരുവല്ലയിലോ മറ്റൊരു വലിയൊരു ഫംഗ്ഷനായിരുന്നു. എത്രയോ 1000 ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വലിയ ടാങ്കല്ലേ കൊണ്ടുവയ്ക്കണം, കൈ വെള്ളമൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അസുഖം വന്നത്. അപ്പോൾ ഞാൻ റിലേറ്റ് ചെയ്യുന്ന അതുമായിട്ടാണ്. ചിലപ്പോൾ ആ വെള്ളത്തിലൂടെ ജേംസ് വന്നത്. അതിനുശേഷം ഞാൻ ഈ കൈ കഴുകാനും കഴുകാനും ബോട്ടിൽ വാട്ടർ ഉപയോഗിക്കുള്ളൂ. കുടിക്കാനാണെങ്കിലും അത്രയേ ഉള്ളൂ. പിന്നെ നാരങ്ങ വെള്ളമോ അങ്ങനത്തെ വെള്ളമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ചോദിക്കും ഏത് വെള്ളത്തിലാണ് കലക്കുന്നത് ചോദിക്കും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ജനറലി അതാണ് ഞാൻ പറഞ്ഞില്ല, അവിടെയൊക്കെ പോയപ്പോൾ വന്നതെന്ന് വെച്ചാൽ അവരിങ്ങനെ ആ വെള്ളത്തിലൂടെ എന്താണെന്നറിയില്ല കേട്ടോ. MP സ്റ്റേറ്റിലൊക്കെ പോയപ്പോഴാണ് അത് കുറച്ച് ആണ്. അവിടെ കുറച്ച് ഉള്ളിലേക്കായിരുന്നു, ഒരു രാമക്ഷേത്രമൊക്കെ ഉള്ളൊരു സ്ഥലം. സീതാദേവിയൊക്കെ പണ്ട് വന്നിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അവിടെ നിന്ന് ഒരു അസുഖം വന്നിട്ട് ഭയങ്കര വേറെ പ്രശ്നമായിരുന്നു. അതായത് എങ്ങനെ ട്രാവൽ ചെയ്തൊന്നും അറിയില്ല. ഒരു 100-300 കിലോമീറ്റർ പിന്നെയും ട്രാവൽ ചെയ്യണമായിരുന്നു താമസ സ്ഥലത്ത് എത്താനൊക്കെ. കഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ വയറിനെ പിടിച്ചു വയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ വേദന ഇതൊക്കെ. എന്നിട്ട് ആ റോഡൊക്കെ വളരെ മോശമായിരുന്നു, കുലുങ്ങി വയറുവേദനയൊക്കെ ആയിട്ട്. ഇറ്റ് വാസ് ഭയങ്കര ടെറിബിളായിരുന്നു ആ ട്രിപ്പ്. അങ്ങനെ ഒരു 3-4 സ്ഥലത്ത് വെച്ചിട്ട് സംഭവിച്ചു. ഓട്ടോമാറ്റിക് ഫുഡിന്റെ കുഴപ്പം കൊണ്ടായിരിക്കില്ല, നമ്മുടെ ദഹന പ്രക്രിയയുടെ ഒരു പ്രശ്നമാണ്. നമുക്കിതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യണ്ടേ. ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 3 വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ 3 സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയല്ലേ നമ്മൾ. ചിലപ്പോൾ അങ്ങനെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് ലഞ്ച് കഴിച്ചിട്ട് വീണ്ടും ഒരു സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും കഴിക്കുന്നത്. എല്ലാവരും ചോദിക്കും, ലക്ഷ്മി ഇതൊക്കെ എവിടെയൊക്കെ പോകും, ഇതെത്രയൊക്കെ എങ്ങനെ കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഫുള്ള് കഴിക്കില്ല. ഞാൻ ആ കാണുന്ന ഈ ക്യാമറയിൽ നിങ്ങൾ എത്ര കാണുന്നോ അത്രേ ഞാൻ കഴിക്കുന്നുള്ളൂ. ക്യാമറ ഓഫ് ചെയ്താൽ അപ്പം ഞാൻ നിർത്തുകയാണ്. ഞാൻ നിർത്തുന്ന ക്യാമറ എപ്പോൾ ഓഫ് ആവണോ അപ്പോൾ എല്ലാവരും കഴിച്ചിരിക്കും. സോ അതുകൊണ്ട് ഇതൊന്നും ആർക്കും കൊടുക്കാണ്ട് ഒറ്റയ്ക്ക് കഴിക്കുന്ന സമ്പ്രദായമൊന്നും ഇല്ല. എല്ലാം ഷെയറിങ് ആണ്. അതാണ്. ഇപ്പൊ എവിടെന്നെങ്കിലും ഉള്ള ഫുഡ് ഒക്കെ കഴിച്ചിട്ട് അത് ഇവിടെ വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും അത് വരണമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും? പണ്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റിക്കി അല്ല എന്താ പറയുക, മാംഗോ സ്റ്റിക്കി റൈസും അതൊക്കെ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണല്ലോ. ഒരുപാട് സാധനങ്ങൾ പണ്ട് കിട്ടാതിരുന്നൊക്കെ ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. എങ്കിലും പിന്നെ ഈ ഹൽവാസൊക്കെ ഇല്ലേ, ഇപ്പോൾ തിരുനെൽവേലി ഹൽവ, അതൊക്കെ പണ്ടില്ലായിരുന്നല്ലോ. ഇപ്പോൾ തിരുനെൽവേലി ഹൽവയുണ്ട്. ഇപ്പോൾ എന്തൊക്കെയുള്ളത്, പല സാധനങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇല്ലാത്തൊന്നും ഇല്ല അല്ലേ. പല സ്ഥലത്തുള്ള സ്പെഷ്യൽ ഓൺലൈനിൽ കിട്ടും. അതൊന്നും ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. എങ്കിലും നമ്മൾ അവിടെ പോയി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ്. ഒത്തന്റിസിറ്റി എല്ലാവർക്കും പറ്റില്ലല്ലോ ട്രാവൽ ചെയ്യാൻ, അങ്ങനെയും വിചാരിക്കാം. ഓക്കെ മാം, അപ്പോൾ വാട്ട് മേക്സ് യു റിയലി ഹാപ്പി അറ്റ് ദിസ് മൊമെന്റ് എന്ന് വെച്ചാൽ എന്താ? ജനറലി ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് അങ്ങനെ പറയാനാണെങ്കിൽ. ഇപ്പം എനിക്ക് നമുക്ക് സങ്കടങ്ങൾ വന്നാലും എനിക്ക് അധികം നേരം നിൽക്കില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ സങ്കടം വന്നാൽ പോലും അത് അപ്പം തന്നെ തീരും. ഞാൻ ബേസിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് മെൻ്റലി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എനിക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ തളർത്താൻ പറ്റില്ല. ഞാനത് പെട്ടെന്ന് കയറി വരും. ഒന്ന് ഡൗൺ ആയാലും ഞാൻ ഉടനെ തന്നെ, കാര്യം നമ്മൾ അങ്ങനെ ആയാലല്ലേ പറ്റുള്ളൂ. ആ സ്ട്രെങ്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്, ആരും തരുന്നതല്ലല്ലോ ഈ സ്ട്രെങ്ത് ഒന്നും. മേ ബി എൻ്റെ അച്ഛനെ പോലെയൊക്കെ ആയിരിക്കും. അച്ഛനൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം അച്ഛൻ്റെ നിന്നൊക്കെ കണ്ടുപിടിച്ചതോ ജനറ്റിക്കലി കിട്ടിയ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. അമ്മയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അവരെല്ലാം ഏത് ക്രൈസിസും പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഒരാളാണ് ഞാൻ. എൻ്റെ സന്തോഷങ്ങൾ, എനിക്കിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ കുഞ്ഞുമോളാണ്, ഇപ്പോൾ മോളായിട്ടുള്ളത്. പിന്നെ എൻ്റെ ഡോട്ടറിലോ കൂടെ ഉണ്ട്. ഒക്കെ നല്ല റിലേഷൻ ആയിട്ട് നമുക്ക് ബന്ധങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നതിലൊരു സന്തോഷമുണ്ട്. മോളും ഗ്രാൻഡ് ചിൽഡ്രനും അവിടെയാണെങ്കിലും അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫോണിലൂടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം. പിന്നെ മോൻ അവിടെയാണ്. അവരെല്ലാവരും വെൽ ഓഫ് ആണെന്ന് അറിയുന്ന ഒരു സന്തോഷമാണല്ലോ. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നില്ലെങ്കിൽ അവർ ഹാപ്പി ആണോ എന്ന് നോക്കുക, നമ്മുടെ കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കുക. അതാണ് എൻ്റെ ഒരു പോളിസി. മറ്റുള്ളവർ ഹാപ്പി ആയിട്ടിരിക്കുന്നതിൽ കണ്ട് സന്തോഷിക്കുക. പിന്നെ അവരുമായിട്ട് എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നല്ല കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ട് നടക്കുക. നല്ല സന്തോഷങ്ങൾ കിട്ടുന്ന എന്ത് ചെറിയ കാര്യമാണെങ്കിലും അതൊരു സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുന്നു. ചീത്ത കാര്യം വന്നാലും അത് സ്വീകരിച്ചിട്ട് നമ്മളത് കളയുക, അത്രേ ഉള്ളൂ. അത് മനസ്സിലേക്ക് വെച്ച് അത് കൊണ്ട് ബ്രൂഡ് ചെയ്ത് നടക്കുക. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ
വിഷമം ഉണ്ടാവുമായിരിക്കാം, അതിനപ്പുറത്തേക്ക് പോവില്ല. പിന്നെ അത് മതിയാവും, വേറെ പുതിയ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഡൈവേർട്ട് ചെയ്യാം മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാം. പിന്നെ യാത്ര ഒരു വലിയ ഡൈവേർഷനാണ് കേട്ടോ, വലിയ ഡൈവേർഷനാണ്. റിഫ്രഷ്ഡ് ആവും. പുറത്തൊക്കെ പോയിട്ട് ഒന്ന് ചെറിയ യാത്ര ചെയ്താൽ പോലും നമ്മൾ റിഫ്രഷ് ആവും. എനിക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കണ്ടാലേ സന്തോഷം. കടൽ കുറച്ചു നേരം പോയി നോക്കി നല്ല ഹാപ്പിയാണ് ഞാൻ. റിജുവിനേറ്റഡ് ആയി നല്ല എനർജറ്റിക് ആയിട്ട് വന്നിട്ട് പിന്നെ കാര്യങ്ങൾ ചെയ്യാം. എല്ലാത്തിൻ്റെയും ഉപരിയായിട്ട് നമുക്ക് ആരോഗ്യം, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആരോഗ്യം ഉണ്ടാവണം. എന്ത് കാര്യം ചെയ്യണമെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് നല്ല കാര്യങ്ങൾ വരട്ടെ, ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നൊക്കെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടാവണം. മാഡം ഈ ടെലിവിഷൻ രംഗത്തോട്ട് കടന്ന സമയത്തില്ലേ, അപ്പോൾ ഫാമിലി എന്തുമാത്രം സപ്പോർട്ടിങ് ആയിരുന്നു? ടെലിവിഷൻ നിങ്ങൾ പറഞ്ഞു, ഞാനത് മെൻഷൻ ഞാൻ വിട്ടുപോയത് കാര്യമാണ്. ഞാൻ ടെലിവിഷൻ ഇൻഡസ്ട്രി ആദ്യം വരുന്നത് ബിഫോർ മാരേജ് ആണ്. ന്യൂസ് റീഡിംഗ് ആണ് ദൂരദർശനിൽ. പ്രൈം ടൈം ലൈവ് ന്യൂസ് വായിച്ചിട്ടുണ്ട് ഒരു വർഷം. ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പോഷർ വിത്ത് TV. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എല്ലാം മതിയാക്കി വെച്ചിരുന്ന സമയത്താണ് പിന്നെ ഒരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട്, ഇപ്പോൾ 30 years കഴിഞ്ഞിട്ടാണ് ഞാൻ അഗെയിൻ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇല്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ആരെയും പിണക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ലൈഫിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളും. അത്രയും മെഗ്നാനിമിറ്റി കാണിച്ചില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ കല്യാണം പോലും കഴിക്കാണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ അങ്ങനെ സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ കല്യാണം പോലും വേണ്ട, ഒറ്റയ്ക്ക് ജീവിച്ചെല്ലാം നേടാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും കണ്ടിന്യൂ ചെയ്യാം. ഞാനൊന്ന് കല്യാണം നഷ്ടമാണെന്ന് പറയുന്ന ഒരാളൊന്നും അല്ല. ആവാതിരിക്കാൻ സബ് ടു ദം, അങ്ങനെ തന്നെ വിചാരിക്കണം. ഇപ്പോൾ ഞാനതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ മൈൻഡ് സെറ്റ് തന്നെയാണ് എനിക്ക്. കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അന്ന് എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് അങ്ങനത്തെ കാര്യത്തിനൊക്കെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓക്കെ. ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും. ഇതൊരു മസ്റ്റ് ഒന്നും അല്ലല്ലോ, ഒരാളുടെ പെർമിഷൻ. ഇപ്പൊ ആണും പെണ്ണും ഒക്കെ തുല്യരാണ്. പണ്ട് നേരെ തിരിച്ചായിരുന്നു അല്ലേ, അത് പെർമിഷൻ വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ. ഇപ്പൊ ആ കാലമൊക്കെ പോയില്ലേ. ഇപ്പൊ ഇനിയുള്ള ജനറേഷൻ ഭാഗ്യമുള്ളവരാണെന്നാ ഞാൻ പറയുന്നത്. ബെറ്റർ പ്ലേസ്ഡ്. ഓക്കെ മാം, അപ്പം ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇൻഫിനിക്സ് സ്റ്റുഡിയോസിന്റെ ഈ ഒരു അടിപൊളിയല്ലേ? നിങ്ങളുടെ കുറച്ച് സമയം നിങ്ങൾ രണ്ടുപേരും നല്ല വാചാലരായി സംസാരിക്കുന്നത്, വളരെ ഇന്ററാക്റ്റീവ് ആണ്. കൊള്ളാം. ഇവർക്കൊരു അസറ്റ് ആണ് നിങ്ങൾ ഈ ഒരു സ്റ്റുഡിയോ. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്. അപ്പൊ മാം താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ മാമിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് തൊട്ടറിയാൻ പറ്റും, നമുക്ക് അത് ആ ഒരു വിഷ്വൽ നമുക്ക് കിട്ടും. ശരിക്കും ഈ ഒരു ഇന്റർവ്യൂവും അതുപോലെ തന്നെയായിരുന്നു. നമുക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിലേക്ക് ഞാൻ കൊണ്ടുവന്നു അല്ലേ. ഞാൻ ജനറലി സ്പീക്കിംഗ് ഞാൻ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള, നിങ്ങൾക്ക് അത് തോന്നിയില്ലേ? ഫോർമാലിറ്റി തോന്നിയില്ലല്ലോ. നമുക്ക് പണ്ടേ പരിചയമുള്ളവരെ പോലെ തോന്നിയോ? അതാണ് ഞാൻ പെട്ടെന്ന് അടുക്കും. അപ്പം താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഞങ്ങളുടെയും കൂടെ ഒരു പ്രിവിലേജ് ആൻഡ് ഓണർ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഓൾസോ. ആൻഡ് ഇപ്പം മാം പറഞ്ഞൊരു ഗോൾ ഉണ്ടെന്ന് മാം പറഞ്ഞിരുന്നു, ഒരു കാറ്ററിംഗ് കോളേജ്. അപ്പൊ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട്, ഹെൽത്തും ഹാപ്പിനെസ്സും എല്ലാം ഉണ്ടാവട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യു ടു പീപ്പിൾ. താങ്ക് യു.